അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ലോകത്തിൽ നിന്ന് മറുപടിയായി മാറ്റപ്പെട്ടു. ആരോഗ്യത്തോടെ ഈ രാത്രികാല ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തവരാണ്. അതേ ഘട്ടത്തിലും പ്രയാസത്തിലും കഴിയുമ്പോൾ അവൻ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹങ്ങളാക്കി എന്റെ കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയായി ഞങ്ങളുടെ സഭകളെ കർത്താവ് പരിപാലിച്ച് അവിടുത്തെ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ രണ്ട് രാത്രികാലത്തെ മീറ്റിങ്ങിനെ കർത്താവ് സമൃദ്ധിയായി ഇന്ന് രാത്രി വലിയൊരു അനുഗ്രഹം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങൾ വരാത്ത രീതിയിൽ ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ ഈ രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട് നന്ദിയോടെ കർത്താവിന്റെ അഭിഷേകത്തിന് ഇന്ന് രാത്രി കർത്താവ് ശക്തമായി വർദ്ധിക്കുന്നതായ ആത്മീയ മർമ്മങ്ങളെ ഇന്ന് രാത്രികാലത്തിന് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടെ ഉപയോഗിക്കണമെന്ന് കർത്താവിനോട് ജനത്തെ കർത്താവ് കൂട്ടി വരുത്തേണം. ആഗ്രഹിച്ചു കൊത്തിരിക്കുന്ന അനേക ക്ഷീണങ്ങളുണ്ട്. ഒരു റൈഡില്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ തക്ക സമയത്ത് റൈഡ് കൊടുത്തവരെ കൂട്ടിക്കൊണ്ട് വരുത്തുവാൻ സ്വർഗം വഴിയുള്ളവരൊക്കെയാണെന്ന് ഈ രാത്രികാലത്തെ മീറ്റിംഗിന്റെ ആരംഭ സമയം മുതൽ അവസാന നിമിഷം വരെയും ദൈവത്തിൽ ധരിക്കുന്ന പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ദേവദാസന്മാർ മാത്രമല്ല കടന്നു വന്ന ഓരോ മക്കളും അനുഭവിപ്പാൻ കർത്താവിടെ അനേകർ ഓടിക്കൂടട്ട് ഇവിടെ നടന്നുപോയി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കൊണ്ട് അനേകർ കടന്നു വരുവാട്ടോ. ദൈവം കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ട് വന്നവർക്ക് ഈ സ്തോത്രം ഇനി പലരും കടന്നു വരുവാറുണ്ട്. എല്ലാവരെയും തക്ക സമയത്ത് കൂട്ടിവരുന്നു പറയാം. അതിലുപരിയായി ഏകാഗ്രതയോട് ഭയഭക്തിയോട് ഞങ്ങൾ നിന്റെ സന്നിധിയിലാണിരിക്കുന്ന ഏറിയ ബോധം ഞങ്ങൾക്ക് ഓരോരുത്തരും തരുമാറാകണം. അലക്ഷ്യത്തോടെ ആരുമാരും പേരുടെയാക്കാതെ ഇരിക്കുമ്പോൾ ഹാലയത്തെ പ്രാഗൽഭ്യത്തോടെ ഇരിക്കുവാൻ ഹാലയ സ്വമതയോടെ ശാസ്ത്രീയമാവുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ സ്വർഗ്ഗവിളിയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥനയാൽ സ്തോത്രം മുദ്രനാമേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയുണ്ടായി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. Sing this with me. before Him. And our God is the Lamb, the Lamb.
before the King of Kings. The God of my sake, the Savior set the captives free. Every now and then, our God is the Lion of Judah. He's roaring with power and fighting our battles. Every knee will bow before Him. Our God is the Lamb that was slain for the sins of the world. His blood breaks the chains, and every knee will bow before the Lion and the Lamb. And every knee will bow before the Lion and the Who can stop the Lord Almighty? 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 Every voice. Who can stop the Lord Almighty? This is our boast. Who can stop the Lord Almighty? Oh, who can stop the Lord Almighty? Who can stop the Lord? And our God is the Lion of Judah. He's roaring with power and fighting our battles. Every knee will bow before Him. And our God is the Lamb that was slain for the sins of the world. His blood breaks the chains, and every knee will bow before the Lion and the Lamb. And every knee will bow before the Lion and the And every knee will bow before the Lion and the Lamb. Hallelujah. And this is how I fight my battles. And this is how I fight my battles. And this is how I fight my battles. And this is how it may look. It may look like I'm surrounded, but I'm surrounded by You. It may look like I'm surrounded, but I'm surrounded by You. It may look like I'm surrounded, but I'm surrounded by You. Yes, Lord. It may look like I'm surrounded, but I'm surrounded by You. And this is how I fight my battles. And this is how I fight my battles. And this is how I fight my battles. This is how I fight my battles. This is how it may look. It may look like I'm surrounded, but I'm surrounded by You. It may look like I'm surrounded, but I'm surrounded by You. It may look like I'm surrounded, but I'm surrounded by You. It may look like I'm surrounded, but I'm surrounded by You. This is how I fight my battles. My battles. This is how I fight my battles. This is how. This is how I fight my battles. This is how I fight my battles. This is how I fight my battles. This is how. Yes, God, we thank You. We thank You, God, that You are the one who fights our battles. We fight our battles by worshiping the Almighty King of Kings. We worship the Lord of Lords. You can do something in our lives, Lord. There are unspoken things in this room right now, God. There are unspoken challenges and situations, but You see it all. You see every teardrop. You see every and hear every cry.
And Lord, we know that you're coming soon. Like we talked about yesterday, like we sang about before, you're coming in the clouds, Lord. And we're expecting for that. We're expecting for you to do something in this place tonight. We're expecting for your Spirit to be stirring hearts in this place tonight. We are grateful that we get to serve you, Almighty God. Be with the men of God that are going to be speaking to us. Bless our hearts tonight. We ask this in Jesus' precious name. And all God's people said, Amen. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, ഇന്നലെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രണ്ടാം ദിനം രാത്രിയുടെ യാമത്തിൽ കർത്താവേ പ്രതിസന്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാര്യം രാത്രിക്കാലം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ അടികൾ കണ്ടുപിടിക്കുവാൻ സഹായിച്ചല്ലോ. മഞ്ഞളുടെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ദാസൻ കൂടി കർത്താവേ ഇടപെട്ട് നോക്കി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഒന്ന് ചിന്തിപ്പാൻ കർത്താവേ ഞങ്ങളെ പ്രകാരമായിരിക്കും ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടെന്നുള്ളത് കർത്താവേ ഒന്നുകൂടെ കർത്താവേ ആഴത്തിൽ ചിന്തിപ്പാൻ കർത്താവേ കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ ലോകം എങ്ങോട്ട് പോകുന്നുള്ളത് അറിയുവാൻ കർത്താവേ കഴിഞ്ഞ രാത്രികാലം ചിന്തിപ്പാൻ ദാസനെ കൂടി കർത്താവേ നിലയാക്കിയല്ലോ. ഇന്ന് രാത്രികാലം വീണ്ടും പ്രതിസന്ധികൾ എടുത്തു വരുമ്പോൾ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി രാത്രികാലം വെളിപ്പെടേണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ നോക്കിയിരിക്കുന്ന കർത്താവേ തിരുമുഖത്തേക്ക് ആ സഹായം വരുന്ന വെള്ളത്തിലേക്കായി രാത്രിക്കാലം ഞങ്ങൾ നോക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിക്കാലം നടുവിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ അതിനോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ. അതിന്റെ കുരുട്ട് കണ്ണുകളിൽ രാത്രികാലം തുറക്കപ്പെടുവാൻ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളിൽ രാത്രികാലം നീങ്ങിപ്പോകുവാൻ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ജീവിതങ്ങളുടെ ശരമണ്ഡലങ്ങളിൽ വെളിപ്പെടുവാൻ ഇന്ന് രാത്രികാലം നീയോട് സഹായിക്കുന്നത് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലത്തിന് നടുവിലൊന്ന് വെളിപ്പെടുവാൻ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇവിടുന്ന് നടുവിലായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അങ്ങനെ പരമരാത്രികാലം ഏൽപ്പിക്കുക. എന്റെ ഭക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, വളരെ സംസ്ഥാനങ്ങളിൽ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഒരു പുതുവരം ധരിപ്പാൻ എന്റെ മകനോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കർത്താവേ ഇന്നത്തെ മീറ്റിംഗ് ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളല്ല ദൈവത്തിന്റെ പ്രവൃത്തി രാത്രികാലം വചനത്തിന്റെ ശക്തി രാത്രികാലം ഇതിന്റെ നടുവിലൊന്ന് വെളിപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഭാരത്തോടെ പ്രയാസത്തോടെ ഇന്നൊരു പകർത്തി രാത്രികാലം ആരെങ്കിലും നടുവിൽ കടന്നുവന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇതുവരെ അനുഭവിച്ചിട്ടാത്തൊരു പുതിയ ശക്തി ഹല്ലേലൂയ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവോട് സഹായിക്കണമേ. ഈ സമയത്തിന് കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. നമ്മളൊക്കെ മീറ്റിംഗിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവേ അനേകരെ കൂട്ടിവരുത്തേണ്ടതിന് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഹല്ലേലൂയ. അന്തങ്ങളിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ ഹല്ലേലൂയ, പുറകോട്ട് കിടക്കുന്ന ഒരു കൂട്ടത്തെ ഹല്ലേലൂയ, കിടക്കുന്ന ഒരു കൂട്ടത്തെ ഹല്ലേലൂയ പുറത്തെടുക്കേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ചുറ്റുവിടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനേകർ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഈ ദൈവ വചനത്തിൽ ഹല്ലേലൂയ കർത്താവേ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദേശം ഹല്ലേലൂയ വിശ്വാസിന്റെ പിടിയിൽപ്പെട്ടോ അല്ലെങ്കിൽ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചനത്തിന്റെ ശക്തി ദിവസങ്ങളിൽ ഈ ദേശത്ത് വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷ അങ്ങയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിനായ കാരണമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തോത്രം. നിന്റെ കൃപയുടെ മറവിൽ കർത്താവേ അടിയങ്ങളെ പരിപാലിക്കുന്ന ദയക്കായി നന്ദി കർത്താവേ. അവിടുത്തെ വിശ്വസ്തയുടെ മറവിൽ കർത്താവേ ഞങ്ങളെ ഓരോ ദിവസവും കാത്തു സൂക്ഷിക്കുന്ന ദയക്കായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ ഞങ്ങൾക്ക് നേരിട്ട ആപത്ത്, അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ പിടിപ്പിച്ച് ഇത്രത്തോളം കർത്താവേ അടിയങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്ന മഹാദയക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങൾ യോഗ്യതയിലായിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച മക്കളും അവകാശങ്ങളും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ വിരട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ഭൂമി അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല എന്നുള്ള ശ്രേഷ്ഠ വചനം കർത്താവേ ഞങ്ങളുടെ ദൈവത്തിൽ മഹാദയക്കായി
നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ കർത്താവിനെ നിങ്ങളുടെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് വിടുതലിന് നന്മയ്ക്ക് കാരണമായി തീരുവാനും ഈ ദേശത്തിന് കർത്താവിന് വിടുതലിന് കാരണമായി തീരുവാനും ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തിയും കർത്താവ് ശരീരത്തിന് ഹല്ലേലൂയ സൗഖ്യമില്ലാതെ ഹല്ലേലൂയ ഭാരത്തോട് പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ഭാരം എന്നെ വെച്ചു കൊടുക്കുക. ഞാൻ നിന്നെ പുലർത്തുന്ന വാക്കുകൾ ദൈവമേ ഇന്ന് രാത്രി ഹല്ലേലൂയ നീ എന്നോട് സംസാരിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവം ഇന്ന് രാത്രി വചനത്തോടെ സംസാരിക്കണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിത കർത്താവേ. ഹല്ലേലൂയ ഒന്നുകൂടെ ഹല്ലേലൂയ ദൈവം പരിപൂർണ്ണമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിപ്പാതക്കോണം ഞങ്ങളുടെ പ്രത്യാശ കൈവിടാതെ നിലനിൽപ്പാതക്കോണം ദൈവ ശക്തി ഞങ്ങളോട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ നന്ദിയോട് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്ത കർത്താവേ. ഹല്ലേലൂയ നാൾ ബലം പ്രാപിപ്പാതക്കോണം അനേകരെ കർത്താവ് ഇതിലേക്ക് ആദായപ്പെടുത്തുവാതക്കോണം നീ ഞങ്ങളെ പിന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കാരണം എല്ലാവരും മക്കളെ സഹായിച്ചാട്ടെ അനുഗ്രഹിച്ചാട്ടെ ദൈവകൃപയുടെ മകളോട് നിലനിന്നാണ് കർത്താവേ. ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവ് അടികൊണ്ട് സംസാരിപ്പാൻ പോകുന്നതാണ് സ്തോത്രം ചെയ്യുന്നത് കർത്താവേ. ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർന്നാണ് കർത്താവേ. ഹല്ലേലൂയ നിന്റെ മകളുടെ വീട് അടികളെ ഒരുക്കി എടുത്താട്ടെ പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കൃപയുടെ കർത്തമേ. ആമേൻ. വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഈശോനിലേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഈശോനിലേ
കടന്നു വന്ന കർത്താവിനെ ഒന്നിച്ച് ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവിനെ സ്വന്തമാത്മാവിലും ആരാധിപ്പാൻ, ദൈവത്തിനെ കേൾക്കുവാൻ നമ്മുടെ ആയുസത്തിന് കർത്താവ് നൽകി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രി യോഗത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കേട്ടുവാണിഞ്ഞൊക്കെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവ് നാമത്തിൽ ഞങ്ങൾക്ക് ചൊല്ലുന്നു. വിഷയകർത്താവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ നാമത്തിലുണ്ട്, കർത്തദാസൻ കുടുംബങ്ങളുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം, സഹോദരന്മാർ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഈ രാത്രി യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി വലിയൊരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനകത്ത് 2-3 പേരുടെ നാമത്തിൽ കൂടിയൊക്കെ ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് വാക്ക് പറഞ്ഞ സർവശക്തനായ കർത്താവിന്റെ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. എത്രയാളുള്ള വിഷയം നമ്മുടെ കർത്താവിന്റെ രാത്രി നമ്മുടെ മക്കൾ എഴുന്നള്ളിയതാണ് നമ്മുടെ ആരാധന മാറ്റം. ദൈവത്തിന്റെ കാലങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെ ഈ പട്ടണത്തിൽ ഫലമായി നടത്തിയ ദൈവത്തിന്റെ കൃപകളും അവ നമ്മെ കൊണ്ടുവന്ന പണികളെയും ഓർത്ത് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ആയുസ്സിൽ കർത്താവിന്റെ ദിനം നൽകി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ സമയങ്ങളിൽ പല മീറ്റിങ്ങുകളിൽ പട്ടണത്തിൽ പൊതുമീറ്റിങ്ങൾ നടക്കുവാൻ വെടിയേറ്റതിനുണ്ട്. ഒന്നിച്ചുള്ളതായ കൂട്ടായ്മകള്, പല കൺവെൻഷനുകള് ഒക്കെ റീജിയൻ കൺവെൻഷനുകൾ ഒക്കെ നടക്കുവാൻ ചേർന്നു. ഏതാണ്ട് നമ്മുടെ സമ്മറിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്റെ അറിവ് കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കവേ ഈ വർഷത്തിൽ ഇങ്ങനെ പ്രകാരം ഒരു 2-3 ദിവസത്തെ മീറ്റിംഗ് ദൈവത്തിന്റെ ആത്മാഹൃദയത്തിൽ പ്രേരണ നൽകിയനുസരിച്ച് ദൈവസഭയിൽ ആ കാര്യം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ച പ്രകാരം ഈ വിവരങ്ങൾ പ്രിയപ്പെട്ടവരെ കർത്തദാസന്മാരെ വിവിധ നിലകളിൽ അറിയിപ്പാൻ ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷന്റെ 2ാം ദിനത്തിൽ നിങ്ങളോടൊന്ന് അല്പസമയമായിരിക്കാൻ കൊണ്ട് കർത്താവ് സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ Pr.Thomas, മറ്റേ സഹശുശ്രൂഷകരും പ്രത്യേകിച്ച് ഇന്നത്തെ മെയിൻ പ്രാസംഗികനായിരുന്ന പാസ്റ്റർ തോമസ് മാമൻ, എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സുപരിചിതരാണ്. ജെയിംസ് സ്കൂൾ ഓഫ് മിനിസ്ട്രി 1958 ആരംഭിച്ചു. 2006 ഇത് നമ്മുടെ ഈ ന്യൂയോർക്കിൽ ആരംഭിക്കുവാനുള്ള കൊണ്ടയായിത്തീർന്നത്. അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്ന് പഠിക്കുവാനുള്ള കൊണ്ട് കർത്താവ് സാവകാശം ഒരുക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ വർഷത്തെ അക്കാഡമിക് ഇയർ ആരംഭിച്ചു കഴിഞ്ഞുവെങ്കിലും ഇനിയും ആർക്കെങ്കിലും വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച 3 മണിയാകുമ്പോൾ വരണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ വർഷം 2 ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാനിയൽ ആൻഡ് റെവലേഷൻ എന്ന ക്ലാസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് ചാർട്ട് വെച്ച് പഠിപ്പിക്കാനാണ് അടുത്ത ആഴ്ച തീരുമാനിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ തമ്പി മാർക്കസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഫിലദൽഫിയയിലും അദ്ദേഹമാണ് ആ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിക്കാം. അടുത്ത ശനിയാഴ്ച 3 മണിക്ക് നിങ്ങളെ എല്ലാവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരും വരാതിരിക്കരുത്. ജസ്റ്റ് വന്നൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ഞാൻ ഹാർദവമായി സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കടന്നു വരിക. നിങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. കാരണം അനേക പ്രിയപ്പെട്ട കടന്നു വന്ന് പഠിച്ചിട്ട് സന്തോഷത്തോടെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൂടാതെ മാസ്റ്റേഴ്സ് ലെവലിൽ ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ, ദൈവവചനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് വളരെ ആഴത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പാസ്റ്റർ ബിജു മാത്യു ആണ് അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതിൽ നിങ്ങൾക്ക് സംബന്ധിപ്പാൻ കൊണ്ട് സാധിക്കും. ഇതുവരെ പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാവരും കൂടി ഉണ്ട്. അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ബഥേൽ ഇന്റർനാഷണൽ ചർച്ചും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ Pr.Thomasഉം ദൈവത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുവാനും സഹകരിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ജെയിംസ് സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ മുൻപ് പഠിച്ചവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇതിന്റെ ഫാക്കൽറ്റിയുമായി പ്രവർത്തിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നിങ്ങളെല്ലാവർക്കും അതാത് സ്ഥലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ സാക്ഷ്യം തന്നെ അത് വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് നിങ്ങളെ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ന്യൂയോർക്കിലെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് പാസ്റ്റർ ജെയിംസ് എബ്രഹാം ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹം നിങ്ങൾക്ക് ആവശ്യമായ കൈത്താനങ്ങൾ നൽകി തരുന്നതായിരിക്കും. എൻ്റെ ഭാര്യ ശലം എവിടെയുണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തമ്പി മർക്കോസ് ഉണ്ട്. പാസ്റ്റർ നന്ദിയാൽ വണങ്ങും തിരുവന്തിരും നേരം
നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം ഇന്നുമെന്നും നീ ആരാധ്യന. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ, നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. പാവനാത്മാവേ ആശ്വാസപ്രദൻ, നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം ഇന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, നീ മാത്രം യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. Glory to God in the highest. അഭിഷിക്തരും അപ്പോസ്തലന്മാരുമായ ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരെ, Men of God who are anointed and the apostles. കുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്വർഗീയ പൗരത്വം ഉറപ്പാക്കിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, Those who are redeemed by the blood of Jesus Christ and belong to His kingdom, the children of God. അതിസുന്ദരമായ സന്ധ്യയിൽ ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. I extend my sweet greetings to all of you this evening. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചതിന്റെ തുടർമാനമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവജനം ദയവായി സഹകരിച്ചാലും. So we are planning to continue what we studied or listened to yesterday. ഇന്നലെ നാം ചിന്തിച്ചു യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു മുന്നറിയിപ്പ്, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത ഒരു രാത്രി വരുന്നു. In John chapter 9 we heard last night about a warning that Jesus was giving.
A night is coming when no one can work. എല്ലാ സന്ധ്യകൾക്കും പകലുകൾക്കും ഇടയിലുള്ള എല്ലാ രാത്രികൾക്കും പകലുകൾക്കും ഇടയിലുള്ള ഇടവേളയാണല്ലോ സന്ധ്യ. So evening is the time between the daytime and the night time. പകൽ കഴിഞ്ഞൊരു രാത്രിയല്ല, ഇടയ്ക്ക് വരുന്ന അനുഭവമാണല്ലോ സന്ധ്യ. So it is coming in between. It is not darkness or night. അതൊരു സിസ്റ്റമാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ ഒരു സന്ധ്യ കാണാം. So in the light of the science you can see the experience of a night. അതിൽ പറയും ഒരു ഇടവേള എന്ന് വേണമെങ്കിൽ പറയാം. You can see that as a parenthesis. എല്ലാ കാര്യങ്ങൾക്കും അതുണ്ട്. For everything you can see that parenthesis. അത് ആ സന്ധ്യയുടെ അനുഭവം വന്നിട്ടായിരിക്കും രാത്രി. So before the night this experience of evening will happen. കഴിഞ്ഞ കാലങ്ങളിലെ യുഗങ്ങൾക്കൊക്കെ സന്ധ്യയുണ്ടായിരുന്നു. So all the ages of the previous ages had an evening time. നിഷ്കന്മഷയുഗം തീർന്നപ്പോൾ ആ സന്ധ്യയെങ്കിൽ ആദത്തിനെയും ഹവ്വയെയും ഇറാഖിലുള്ള തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കെരൂബുകൾ ഇറങ്ങി വന്ന് കറങ്ങുന്ന ജ്വാലയുള്ള വാളുമായി അതിന് കാവൽ നിന്ന ഒരു സന്ധ്യ. So from the time of the age of the innocence when Adam and Eve sinned, they were sent out of the Garden of Eden and the cherubs were watching the garden. മനസാക്ഷി യുഗം അവസാനിക്കുമ്പോൾ ഒരു സന്ധ്യ. നല്ല മനസാക്ഷി ഉണ്ടായിരുന്ന ഒരൊറ്റ കുടുംബത്തെ മാത്രം സ്പെയർ ചെയ്തുകൊണ്ട് അന്നത്തെ ലോകത്തെ ദൈവം തമ്പുരാൻ ജലത്തിൽ മുക്കി തകർത്തെങ്കിൽ 2012 ചെക്കോസ്ലോവാക്യയിൽ കൂടിയ ലോകത്തിലെ ശാസ്ത്ര സമ്മേളനം അരക്കിട്ട് തെളിവുകൾ സഹിതം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സത്യമാണെന്ന്. So at the end of the age of conscience, when just one family was saved, and the recent discoveries found out that it is a real incident that took place. മുൻപോട്ട് കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത യുഗത്തിന്റെ അവസാനം വാഗ്ദത്തത്തെ നിവർത്തിച്ചുകൊണ്ട് 30 ലക്ഷത്തിൽ പരം ജനതയെ കടൽ മാറ്റി കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും കൊടുക്കുന്ന ഒരു സന്ധ്യ ഉണ്ടായി. ഒരു ന്യായപ്രമാണ യുഗം ആരംഭിച്ചു. So at the end of the age of the promise, about 6 million people were delivered from the land of Egypt, and a new age started, which is the law, the age of law. എല്ലാ യുഗങ്ങളുടെയും അവസാനം ഒരു സന്ധ്യ. So at the end of every age you can see a night. ന്യായപ്രമാണ യുഗം അവസാനിച്ചപ്പോൾ ന്യായപ്രമാണത്തെ കൽപ്പിച്ചവൻ ദൃശ്യ ശരീരവുമായി വന്ന് ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ഒരു യുഗം ആരംഭിച്ച സന്ധ്യയെങ്കിൽ അതല്ലേ നാം അനുഭവിക്കുന്ന നാം രുചിക്കുന്ന കൃപായുഗം. So at the end of the age of the law, Jesus came into this world and a new age started, which is the age of grace. ഈ കൃപായുഗം ഇതായി തലമുറയിൽ തീരുമ്പോൾ ആർക്കെല്ലാം കൃപ പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ആർക്കെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്വർഗീയ ഇന്റർനെറ്റായ മനസാന്തരത്തിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടോ? അവരിൽ ഒരു കുഞ്ഞിനെ പോലും ശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് മറ്റൊരു രാത്രി വരും. ആ രാത്രിയുടെ പേരാണ് സാധാന്യ ലോകം. So at the age of the end of this dispensation called the grace, everyone who received the grace will be taken up to heaven, and a new age will start. It is a darkness, time of darkness, the time of Satan. കൃപായുഗത്തിന്റെ ഒടുവിലത്തെ വർഷങ്ങളിൽ നമ്മൾ നിൽക്കുകയാണ്. So we are at the end of the age of grace. മൂന്ന് വിധത്തിൽ കർത്താവ് തന്നെ മുന്നറിയിപ്പ് തന്നിട്ടില്ലേ? So in 3 different ways Jesus gave us the warning. 2800 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മതിയായ മുന്നറിയിപ്പുകൾ നൽകി. Starting 2800 years ago, this warning has been given. മൂന്ന് വിധത്തിൽ നൽകി. In 3 different ways. ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചു ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. So through the great prophets of God gave the warning that all these things are going to take place. കർത്താവിന്റെ തിരുമൊഴിയിൽ നേരിട്ട് നൽകി എന്തെല്ലാം എങ്ങനെയെല്ലാം സംഭവിക്കും. So through the words of Jesus himself, he explained how all these things are going to take place. ഒടുവിൽ ഒരു സംഗതി പ്രിന്റ് ചെയ്ത് തരുന്നത് പോലെ ഈ ഭൂമിയുടെ ഇന്നത്തെ സ്ഥിതിയുടെ അവസാനവും എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പും എന്റെയും നിങ്ങളുടെയും പ്രതിഫലവും ഈ ഭൂമിയുടെ അവസാനവും ഒടുവിൽ ലിഖിതമായി നൽകി യോഹന്നാൻ അപ്പോസ്തലനോട് നൽകിയ വെളിപ്പാടെന്ന് പറയുന്ന ആ മൂന്നാമത്തെ തെളിവും നമ്മുടെ മുമ്പിൽ പകൽ പോലെ
clear evidence by the writing of the Apostle John about our redemption and also all the rewards and what is going to happen to this world. പ്രവാചകന്മാരിൽ കൂടി നൽകിയ പ്രവചന മുന്നറിയിപ്പ്. So the first one is the prophetic warnings. രണ്ട് നമ്മുടെ കർത്താവ് തിരുമൊഴിയായി പറഞ്ഞ മുന്നറിയിപ്പുകൾ. And secondly, Jesus himself gave these warnings. മൂന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വ്യക്തമായ വെളിപ്പെടുത്തലുകൾ. And lastly, the revelations that was given very clearly. ഇത് മൂന്നും ഒന്നുകൂടി ഉറപ്പിക്കുവാൻ രണ്ട് കാര്യം. ഒന്ന് അനികാലിക രാഷ്ട്രീയ സംഭവങ്ങൾ. So in order to confirm all these things, you can verify the political things. രണ്ട് ശാസ്ത്രത്തിന്റെ പുരോഗതി. And secondly, the advance of the science. മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയുടെ പേരാ ശാസ്ത്രം. Oh, so the science is the product of man's wisdom. നമുക്കതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. Oh, we have so many uses. നമ്മുടെ ജീവിതം വളരെ ലാഘവമായി. Our life is very easy now. നമ്മുടെ ലൈഫ് വളരെ പരിഷ്കൃതമായി. Oh, it is very modern, very advanced through the science. head transplantation വരെ നടത്താൻ തയ്യാർ. So all kind of the transplants, including the head transplants, is ready to take place. അപ്പോൾ തന്നെ ശാസ്ത്രം ഇത്രയും ഡെവലപ്പ് ആയതിന്റെ പരമപ്രധാനമായ സത്യം എന്താണെന്ന് അറിയാമോ? ദൈവവചനം സത്യമാണെന്ന് തെളിയിക്കാൻ. At the same time, it is very clearly portraying that the word of God is true. ദൈവത്തെ സ്തുതിച്ചാട്ടെ. വേദപുസ്തകം എന്ന് പറയുന്ന തിരുവചനത്തിൽ വിശ്വസിക്കുന്ന ലോകത്തിലെ സകല ക്രൈസ്തവർക്കും അഭിമാനിക്കാവുന്ന വർഷമാണ് 2012. So every people who obey the word of God, they can remember very honorably the year 2012. ബൈബിളിൽ വിശ്വസിക്കുന്ന സകലവർക്കും അഭിമാനിക്കാം 2012. So every person study the Bible, learn the Bible, they can honorably remember that year. അതിനു മുമ്പ് തന്നെ ശാസ്ത്രത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ചുണ്ട്. So there are some revelations given by the science about the origin of the earth. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നേക്കാൾ അറിയാമായിരിക്കാം ശാസ്ത്രം ഭൂമിയുടെ ഉൽപ്പത്തി പറയുന്ന 5 തിയറി: നെബുലാർ ഹൈപ്പോത്തസിസ് തിയറി, പ്ലാനറ്റ് സീമൽ തിയറി, എക്സ്ട്രാക്റ്റീവ് യൂണിവേഴ്സൽ തിയറി, റഷ്യൻ തിയറി, ബിഗ് ബാങ് തിയറി. So our children know better than me that there are 5 different theories about the origin of the universe. 2012 അത് തെളിഞ്ഞു സത്യമാണ്. So in 2012 it was cleared, it is proved that it is true. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ പീറ്റർ ഡബ്ല്യു വിക്സ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ബെൽജിയം പൗരത്വമുള്ള ഫ്രാങ്കോയിൻ എൻഗ്ലർ, ഇവർ രണ്ടുപേരും ചേർന്ന് കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം നിരീശ്വരന്മാർ ഭരിക്കുന്ന രാജ്യത്തിൽ പോലും വലിയ ചർച്ചാ വിഷയമായി. നിങ്ങൾക്കറിയാമോ? അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തിന്റെ പേരാണ് കിങ്സ് ബോസം, ഗോഡ്സ് പാർട്ടിക്കിൾ. ദൈവഗണം അവർ കണ്ടുപിടിച്ചു. So two British scientists found out this new invention. Even among the atheists were also appreciating what they found out. സകല രാജ്യങ്ങളിലെ വാർത്താമാധ്യമങ്ങളിൽ പരസ്യമായി വന്നു, അവർ ഗോഡ്സ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. So it was declared all over the world that God's particles were found out. അതിനെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് 2013 കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് പീറ്റർ ഡബ്ല്യു വിക്സും ഫ്രാങ്കോയിൻ എൻഗ്ലറും വീതിച്ചെടുത്തപ്പോൾ ദൈവഗണം എന്ന് പറയുന്ന പരിപാടി ഈ ഭൂമിയെ വേദപുസ്തകം അഭിപ്രായം 11 പറയുന്ന ഈ കാണുന്നതിന്റെ കാരണം ദൃശ്യമല്ല എന്ന ബൈബിളിലെ വാക്യത്തെ അവർ തെളിയിച്ചു. So in 2013 it was more confirmed, and it confirms the fact that the reason for everything that is visible is an invisible thing. അവരത് തെളിയിച്ചു. They proved that. ഈ കാണുന്നതിനെ ദൃശ്യമല്ല കാരണം. So whatever the reason behind it, the visible things are invisible. അതുകൊണ്ടാണ് നോബൽ പ്രൈസ് കിട്ടിയത്. That is why they got the Nobel Prize. എന്നാൽ 2014 in 2014 പല ശാസ്ത്രജ്ഞന്മാർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു മൂഡ് വന്നില്ല. Oh, many people were not ready to celebrate the Christmas. ഈ ഗോഡ്സ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ പ്രൊഫസർ ജീൻ ഫ്രെഡറിക് കോൾഡിംഗ് ഒരു കാര്യം കണ്ടുപിടിച്ചു.
Based upon this finding, another scientist in Denmark found out another thing. അദ്ദേഹം അത് പരസ്യമായിട്ട് ലോകത്തെ അറിയിച്ചു. And he declared to the whole world what it is. അദ്ദേഹം കണ്ടുപിടിച്ച് പ്രസ്താവിച്ചത് എന്താണെന്ന് അറിയാമോ? Do you know what he stated? ഗ്ലോബൽ വാർമിംഗ് കൂടുന്നു. Oh, the global warming is increasing. വളരെയധികം വർദ്ധിക്കുന്നു. Oh, it is increasing much ഇപ്പോൾ more. ഗ്ലോബൽ വാർമിംഗ് വർദ്ധിക്കുന്നതിന്റെ കാര്യം CME എന്ന് പറയുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ വർദ്ധിക്കുന്നതിനാൽ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിക്കുന്നു. So because of the CMP is increasing, the global warming is increasing too. അത് തന്നെയല്ല, ഏതാണ്ട് 15 കോടി കിലോമീറ്റർ അകലെ ഈ സൂര്യൻ നിൽക്കുന്നു. Oh, not only that, the sun is standing at 1.5 million miles away. അദ്ദേഹം പറയുന്ന കേട്ടുകൊള്ളുക, ഏതെങ്കിലും കാരണവശാൽ ഇന്നത്തെ ഗ്ലോബൽ വാർമിംഗ് ഇതിനേക്കാൾ ഏതാനും മടങ്ങ് വർദ്ധിക്കുകയോ ഈ സൂര്യൻ വെറും 1/2 കിലോമീറ്റർ അടുക്കുകയോ ചെയ്താൽ ഈ 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഭൂമി 60, 70, 80 ലക്ഷത്തിന്റെ കെട്ടിടങ്ങളുള്ള ഈ ഭൂമി, അതിസുന്ദരമായ ഈ ഭൂമി, അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കണമോ, കത്തി 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 ഒരു മണൽത്തരിയുടെ വലിപ്പമാകും. So what he is saying that if the global warming is so high and the distance between the sun and the moon is so close, just half a mile, the whole world is going to burn into ashes. ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ വർദ്ധിച്ചാൽ ഈ ഭൂമി കത്തി കത്തി ഒരു മണൽത്തരിയുടെ വലിപ്പമാകുമെന്ന് അദ്ദേഹം 2014 ഡിസംബർ 14 പരസ്യമായി പ്രഖ്യാപിച്ചു. So in 2014 December 14 he declared that this world will burn down to the size of a sand, the kernel of a sand. അതുകൊണ്ടാ പല ശാസ്ത്രജ്ഞന്മാർക്ക് ക്രിസ്മസ് കേക്ക് കഴിക്കാൻ ഒരു മൂഡ് വന്നത്. So that is why many scientists were not, they don't have the mood to eat the Christmas cake. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കോ ദൈവദാസന്മാർക്കോ ഞങ്ങൾക്കോ നമുക്ക് ഒരു മൂടും മാറത്തില്ല. നമുക്കിത് പണ്ടേ അറിയാം. ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ലാത്ത കാലത്തെ പത്രോസ്ലിഹ മീൻ പിടിച്ച് നടന്ന പത്രോസ്ലിഹ പറഞ്ഞു, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. So we, the children of God, does not have any problem because hundreds, thousands of years ago, Apostle Peter said that all these atoms will be burned. അദ്ദേഹം തെളിച്ചെഴുതി, അദ്ദേഹം എഴുതിയിരിക്കുന്ന യുറാനിയം കത്തിത്തീരുവെന്ന ഈ ഭൂമിക്കിടെ അകത്ത് വെച്ചിരിക്കുന്ന യുറാനിയം ലോകത്തിലെ രാഷ്ട്രങ്ങൾ കുറേശ്ശെ ചോർത്തിയെടുത്ത് മനുഷ്യനെ തകർക്കുന്ന ആറ്റമായുധം ഉണ്ടാക്കുന്നെങ്കിൽ എന്റെ ദൈവം അതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ ഭൂമിയും അതിന്റെ പണികളും കത്തിച്ചു കളയാനാ. So why the uranium is kept inside the earth of the people are using that to make the atom bombs, but God placed it over to burn this year. ദൈവമക്കളെ ശ്രദ്ധിച്ച്, ശാസ്ത്രം പറയുന്നു ഇത് കത്തി മണൽത്തരിയുടെ വലിപ്പമാകും. So the science is saying that the earth is going to be burned down to the size. പറയുന്നു ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. Oh, the Apostle Peter is saying that the work of the earth will be burned down. അതിനു മുമ്പ് ഒരു വലിയ evacuation നടക്കും. But there will be another evacuation take place. ഭൂമിക്ക് രാത്രി വരും മുൻപേ ഒരു വലിയ evacuation നടക്കും. Before the night condition of this world, an evacuation is going to take വലിയ place. ഒഴിച്ചുമാറ്റൽ നടക്കാൻ പോകുകയാണ്. Oh, yeah, snatching away is going to take place. എല്ലാ ലോകത്ത് സെക്കുലർ ലോകത്തിലും നിഴലുകൾ കാണിക്കും. So in the secular world there is always a shadow of the real. സമയം അത് പരിമിതമായതുകൊണ്ടാണ് ഞാൻ ആ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടുതൽ എടുക്കാത്തത്. എല്ലാത്തിനും നേരത്തെ ഒരു ദൃശ്യം കാണിക്കും. Oh, there will be always a sign given beforehand. എല്ലാത്തിനും ഉണ്ട്. For everything you can see that. അതിന് വേണമെങ്കിൽ കയോട്ടിക് ആക്ഷൻ എന്നൊക്കെ പറയാം. You can call it a chaotic action. ഞാൻ അതിലേക്ക് കയറുന്നില്ല, എന്നെക്കാൾ പ്രഗത്ഭർ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് കയറുന്നില്ല. More knowledgeable people are over here, so I'm not going ലോകം രണ്ട് ഒഴിച്ചുമാറ്റൽ കണ്ടു. This world have seen two evacuations. ഒന്നാമത്തെ ഒഴിച്ചുമാറ്റൽ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിക്കഴിഞ്ഞു. 1937 ആരംഭിച്ച സെക്കൻഡ് വേൾഡ് വാർ 1938 ജർമ്മൻ ചാൻസലർ അഡോൾഫ് ഹിറ്റ്ലർ പരസ്യമായി പറഞ്ഞു, യൂറോപ്പിൽ ഏത് രാജ്യത്ത് ബ്രിട്ടീഷുകാരനുണ്ടോ അവനെ മുഴുവൻ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. So Hitler made the declaration that wherever the British people in this world are, we are going to shoot every one of them down. അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ വളരെ പാടുപെട്ട് യൂറോപ്പിലാകമാനമുള്ള സകല രാജ്യങ്ങളിലെയും
ബ്രിട്ടീഷുകാരെ ഒഴിച്ചു മാറ്റി. Oh, so at that time the British ruler we evacuated all the British from all over the Europe. ലോകം കണ്ട ഒന്നാമത്തെ ഒഴിച്ചുമാറ്റൽ. That was the first evacuation. രണ്ടാമത്തെ ലോകം കണ്ട ഒഴിച്ചുമാറ്റൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. So the second one, all the Indians can make proud of the second evacuation. ഒരുപക്ഷെ അതിൽപ്പെട്ടവർ ഇതിനകത്ത് കണ്ടേക്കാം. Probably some of you were a part, are inside. 1990 കഴിഞ്ഞപ്പോൾ സദാം ഹുസൈൻ ഇറാഖിന്റെ ഭരണാധികാരി കുവൈറ്റ് പിടിച്ചെടുത്ത് പറഞ്ഞു, കുവൈറ്റ് ഞങ്ങളുടെ 24ാമത്തെ ഡിസ്ട്രിക്റ്റ് ആണ്. So Saddam Hussein he captured Kuwait and declared that this is the 24th district of Iraq. കോട്ടയം ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത കൊച്ചി രാജ്യത്തെ ഇറാഖ് കയറി പിടിച്ചു. എയർപോർട്ട് കംപ്ലീറ്റ് തകർത്തു. അവിടുത്തെ രാജാവ് അമീർ രാത്രിയിൽ കാർ ഓടിച്ച് അന്യരാജ്യത്ത് പോയി. സകല പോലീസ് നിശ്ചലമായി, എല്ലാം നിശ്ചലമായി. So it's a small country and it was subdued by Saddam Hussein, and the king ran away from the country and the police were stilled. Everything was set. മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ഇന്ത്യക്കാർ ആ രാജ്യത്തിൽ കുടുങ്ങി. Oh, thousands and thousands of people, foreigners including Malayalis, were stuck in that country. ലോകം ധരിച്ചൊരു സംഭവം ഉണ്ടായി. Oh, there is something which called the attention of the world. അന്നത്തെ ഇന്ത്യയുടെ വിദേശമന്ത്രിയായ മിസ്റ്റർ ഗുജറാത്ത് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സകല ഇന്ത്യക്കാരെയും ഒഴിച്ചു മാറ്റും. So the foreign minister of India declared that we will evacuate all the Indians. സകല ഇന്ത്യക്കാരോടും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ശമ്പളമല്ല വിഷയം, നിങ്ങളുടെ വിസ അല്ല വിഷയം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല വിഷയം. നിങ്ങൾ കുവൈറ്റ് എയർപോർട്ട് ഇല്ലാത്തതിനാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ബൈ റോഡ് അല്ലെങ്കിൽ നടന്ന് യാത്ര ചെയ്ത് യോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലെത്തിയാൽ ₹1 പോലും വേണ്ട. നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങളെ ഞങ്ങൾ ഇന്ത്യയിലെത്തിക്കും. So he declared that if you can somehow make to Amman, which is the capital of Jordan, you don't have to pay a single penny. We will take you from there to India. ഒറ്റ കാര്യം മാത്രം, നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. Only condition is that you must have a valid Indian passport. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വാലിഡ് പാസ്പോർട്ട് നിങ്ങളുടെ എംപ്ലോയർ പിടിച്ചു വെച്ചിരിക്കുന്നു എങ്കിൽ സാരമില്ല, നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ലെറ്റർ, ഒരു രേഖ കാണിച്ചാൽ മതി, നിങ്ങളെ ഞങ്ങൾ ബോംബെയിലെത്തിക്കും. So it doesn't matter whether you don't have a passport. If you have just a letter with you that you are showing that you are an Indian, we will take you to Bombay. ലോകം തരിച്ചുപോയി, അത് സംഭവിച്ചു. Also the world was so thrilled when they heard it. അതായിരുന്നു രണ്ടാമത്തെ ഒഴിച്ചുമാറ്റൽ. That was the second evacuation. മൂന്നാമത്തെ ഒഴിച്ചുമാറ്റൽ ഈ തലമുറയിൽ നടക്കുന്നു. രക്ഷയുടെ പാസ്പോർട്ടുള്ള സകലരെയും ഈ ലോകത്തിൽ നിന്നും എന്റെ കർത്താവ് ഒഴിച്ചു മാറ്റും. The third evacuation is going to take place. God is going to evacuate all the children of God who had the passport of salvation in their hand. മനസാന്തരത്തിന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് രക്ഷയുടെ പാസ്പോർട്ട് കരസ്ഥമാക്കിയവർ ഈ തലമുറയിൽ ഈ ഭൂമിയിൽ നിന്നും ഒഴിച്ചു മാറ്റപ്പെടും. Those who have connected with the internet of repentance and the passport of salvation will be taken away from this world. ഭാവനയല്ല, കെട്ടുകഥയല്ല ഈ സംഭവം, ശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയ സംഭവങ്ങളെയും തെളിവുകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൃപയാൽ സമർപ്പിക്കാം. So this is not a myth or a fiction. I can prove it on the basis of the science. പ്രവചനങ്ങൾ പരിപൂർണമായി നിറവേറുന്നു. All the prophecies are fulfilling completely. ഞാനിവിടെ വന്നതല്ല, ദൈവനിയോഗം. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഒരു ദൈവനിയോഗമുണ്ട്. It's actually the Spirit of God is stirring me to do that. എനിക്ക് മുമ്പേ വന്ന് സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാണ്ടി അദ്ദേഹം പറഞ്ഞു, ഇവിടെ ദാനിയേൽ പ്രവചനം മറ്റും പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനോടുണ്ടോ എനിക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് കരവർത്തി കാണി. ദാനിയേൽ പ്രവചനം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. So Pastor P.C. Chandi earlier declared that, announced that book of Daniel is being told. ദാനിയേൽ പ്രവചനം 1953 മുമ്പ് ഏത് മിടുക്കം പഠിപ്പിച്ചാലും ശരിയാകത്തില്ലായിരുന്നു. So before 1953,
doesn't matter whoever is teaching, it will not make any ഞാനും sense. അതിന്റെ കമന്ററി എഴുതിയിട്ടുള്ള ആളാ. I also wrote it. 953 എഴുതിയാൽ ശരിയാകത്തില്ലായിരുന്നു. കാരണം അതേ പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞടാ കുഞ്ഞേ ദാനിയേലേ മോനെ, ഇത് അടച്ചൊപ്പിട്ട് മുദ്രയിട്ട് മാറ്റി വെച്ചേര് എന്ന് വായിച്ചേ. ഇത് ഇന്നത്തേക്കുള്ളതല്ല, ഇത് അന്ത്യകാലത്തേക്കുള്ളതാ. ഒന്ന് വായിച്ചേ. വായിച്ചാണ് ഒരാൾ പോരാ, എനിക്ക് സമയം പരിമിത. 1-2 പേര് ദയവായി സഹായിക്കണം. വായിക്കാം. ദാനിയേൽ 12:4. Before 1953, we cannot interpret that according to 12 verse 4. You can see that it is sealed. വായിച്ചേ. നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ പ്രവചനങ്ങളെ അടച്ച് മുദ്രയിടുക. Close this book and seal it. അടുത്തോ അന്ത്യകാലത്ത് പരിശോധിക്കും. Many people will examine it. എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്ന പ്രവചനങ്ങൾ. Though these are there are prophecies about this the coming of the Antichrist in the book of Daniel. ഈ ലോകത്തിന്റെ പ്രഭു വരും. നമുക്ക് കർത്താവിന് അവനോടൊരു കാര്യവുമില്ല. അതിനു മുമ്പ് നാം എടുക്കപ്പെട്ടിരിക്കണം. So the prince of this world is coming and Jesus has nothing to do with him. Before that the church will be taken from the face of the earth. കർത്താവിന്റെ വരവിനെ കുറിച്ച് പല തീരുമാനം ഞാൻ അങ്ങനെ പോകുന്നതിൽ ഒരു കാര്യം പറയാം. കർത്താവ് പറഞ്ഞു ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവും ഇല്ല. Only one thing I want to mention about his coming is that Jesus said the prince of this world is coming but I have nothing to do with him. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അലങ്കാര ഭാഷയുള്ള കാന്തയായി ഇവിടെ ഇരിക്കുന്നത്. Oh yeah, in a sense we are the bride of Christ sitting over here. അവ കാന്തന് കാര്യമില്ല, കാന്തയ്ക്കും കാര്യമില്ല. Oh, if the broom have nothing to do, the church also has nothing to do with it. കാന്തന് കാര്യമില്ല, കാന്തയ്ക്ക് ഒരു കാര്യവും ഇല്ല. Oh, if the groom has nothing to do with it, why we worry about it? ഡിവോഴ്സ് ചെയ്ത ഭാര്യ ഭർത്താവ് രണ്ടു വഴിയാ പോകുന്നത്. Oh, the divorced husband and wife are going in അതില്ല, different direction. രണ്ടുപേരും ഒരു വഴിയേ പോകും. Oh, otherwise they will be going the wrong way. ക്രിസ്തുവായിട്ടൊരു കാര്യമില്ല, എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യവും. Oh, Christ has nothing to do with the Antichrist and we also have nothing to do with it. തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത എന്നെയും നിങ്ങളെയും ഇത് അക്ഷരക്കാൻ പോകുന്നു. Oh, we are going to be taken who are redeemed by the blood of Christ. നമുക്ക് 3 വിധത്തിലുള്ള പ്രവചനങ്ങളിലേക്ക് സ്ലോയി ഒന്ന് കയറി വരാം. So let us slowly creeping into the 3 kinds of prophecies. ഒന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത്. The first one is കർത്താവ് പറഞ്ഞത്. secondly declared by Christ. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. The thirdly what was recorded in the book of Revelation. Interconnected. All these 3 are interconnected. ഒരു സംഭവത്തെ കുറിച്ചാണ്. All these 3 are talking about a sad 600 വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയേൽ എഴുതിയത്. Daniel wrote it 2600 years ago. എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ വ്യക്തമായി പറഞ്ഞ 6 പ്രവചനങ്ങൾ. Oh, there are 6 different clear prophecies talking about the rise of Antichrist. അതിൽ 4 എണ്ണം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. At this present time 4 of them are being fulfilled. 2 എണ്ണം നിവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. And 2 of them are ready to begin. നിങ്ങൾ ഇന്ത്യ വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. ട്രെയിൻ നമ്പർ 2625 ഡൽഹിയിൽ നിന്നും കന്യാകുമാരിക്കുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. So usually we hear the announcement that the train which is coming from that place to this place is arriving soon. അതിന്റെ അർത്ഥം ആ റെയിൽവേ സ്റ്റേഷന്റെ ഡിസ്റ്റൻസിനകത്തെത്തി സാധനമെന്ന്. So which means that this train is in the vicinity of that railway station. അല്ലെങ്കിൽ പറയും അല്പസമയത്തിനകം വരുമെന്ന് പറയും. Otherwise they will declare that it will come within few minutes. അത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഡിസ്റ്റൻസ് പ്ലേസിൽ എത്തിക്കഴിയുമ്പോൾ അനൗൺസ്മെന്റ് കേൾക്കാം, എത്തിക്കൊണ്ടിരിക്കുന്നു. So when this is in that enter into that vicinity there it is coming. 4 പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 of them are being fulfilled. 2 എണ്ണം നടക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. And 2 of them are about to begin. അതിന് അടിബലം നൽകുന്ന ശാസ്ത്രീയ കണ്ടെത്തലുകൾ. That is confirmed by the scientific facts. ബലം കൂടുതൽ നൽകുന്ന രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ. And it is more strengthened by the political view. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അന്ത്യകാലം എന്ന് പറയുന്നതിന്റെ പ്രധാന ആരംഭം 4 പടികൾ.
So the time of the end has 4 different levels or steps. ഒന്ന് 1948, The first one is 1948. രണ്ട് 1953, The second one is 1953. മൂന്ന് 1973, The third one is 1973. നാല് 2009. The fourth one is 2009. ഈ അന്ത്യകാല സംഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1953 എഴുതിയ കമന്ററി ശരിയാകില്ലെന്ന്. So that's why I said if you make a commentary of Daniel, ശരിയാണ്, ഇത്ര വ്യക്തമാക്കാൻ ഒക്കത്തില്ല. no, you cannot complete it. നിങ്ങൾ നോക്കിക്കേ, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാം. Daniel 8:23. 8-ാം അധ്യായം 23-ാം വാക്യം. Daniel, the prophecy of Daniel 8:23. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് ഓരോ വാക്യം ശ്രദ്ധിച്ചോണം. അദ്ദേഹം വായിക്കുമ്പോൾ അടുത്ത വാക്യം, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം, At the end of the time of their kingdom, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, when the transgressions have reached its fullness, ഉഗ്രഭാവമുള്ള ഒരുവൻ, a king shall rise having fierce speeches അതിശയകരമായി നാശം പ്രവർത്തിക്കുന്നവൻ, and understands the sinister schemes. വല്ലാത്ത നാശം പ്രവർത്തിക്കുന്നവൻ, Oh, he will destroy further. വരുമെന്ന് പറഞ്ഞെങ്കിൽ If he is coming, ലോകം എവിടെ നിൽക്കുന്നു? can you imagine where the world is standing now? രാഷ്ട്രീയ ഗോളത്തിൽ അതിക്രമക്കാരുടെ അതിക്രമം പെരുകിയോ? Oh, in the political world, you can see all the immoralities and other things. 24 മണിക്കൂർ പോലും വേണ്ട ഏത് ഭരണകൂടവും തകരുന്നോ? Oh, within 24 hours, all the governments are collapsing. 3 വിധത്തിലുള്ള ഭരണം ഈ ലോകത്തിലുണ്ട്. There are 3 kinds of reign or rules upon the face of the earth. 98% ഡെമോക്രസി, 98% democracy. ഏതാണ്ട് 1% താഴെ കിങ്ഷിപ്പ്, 1% less than 1% the kingship, 1% താഴെ ഡിക്റ്റേറ്റർഷിപ്പ്, and less than 1% the ഈ dictatorship. 3 ഭരണമില്ലാത്ത ഒറ്റ രാജ്യമില്ല. All the countries belong to one of these. ഇതിലേതെങ്കിലും രാജ്യത്തിൽ സമാധാനമുണ്ടോ? Can you find a peace in any of these countries? ഏതെങ്കിലും രാജ്യത്തിൽ ജനം തൃപ്തരാണോ? In any of these countries, are the people are satisfied? എല്ലാവരും ഒരു പ്രതീക്ഷയില്ലേ? Everyone has an expectation. ഇതിനൊരു മാറ്റം വരുമോ? Will there be a change? ഈ ഭരണത്തിനൊരു മാറ്റം വരുമോ? Will there be a change for this ഈ rule? സിസ്റ്റത്തിനൊരു മാറ്റം വരുമോ? Will there be a change for this system? 2009 പ്രവചനങ്ങളുടെ സമാഹാര വർഷമാണ്. Oh, you can see 2009 is an year of the fulfillment of all the prophecies. അത് 5 പ്രവചനങ്ങളുടെ 5 സംഭവങ്ങൾ നടന്നു. Oh, you can see the 5 different incidents of this prophecies took place. പ്രധാനമായ 3 കാര്യങ്ങൾ. Oh, more important, prominent 3-1. 2008 ആരംഭിച്ച എക്കണോമിക്കൽ ക്രൈസിസ് 2009 പരമകാഷ്ഠയിലെത്തി. So the economical crisis which started in 2008, it reached its peak in 2009. ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്ക മുതൽ ഗൾഫ് വരെയുള്ള സകല രാജ്യങ്ങളെയും ആടി ഒലച്ചു. So it shook all the countries including United States and the Gulf countries. ശക്തമായ സാമ്പത്തിക മാന്ദ്യം 2009 ആരംഭിച്ചു. A big collapse took place or started to take place in 2008. ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക മാന്ദ്യം ചരിത്രം പറയുന്നു 932. അത് പക്ഷേ അത് സോണലായിരുന്നു, ഗ്ലോബൽ അല്ലായിരുന്നു. So actually it started in 1932, but that was only zonal, not global. 2009 ഗ്ലോബൽ എക്കണോമിക്കൽ ക്രൈസിസ്. നിങ്ങൾ താമസത്തിൽ തകർന്നില്ലേ? The colonial bank, which was more the powerful bank, collapsed in just one night. അമേരിക്കയുടെ സമ്പത്തിന്റെ കിരീടമായിരുന്ന എൻക്രോൺ ഒറ്റ രാത്രി തകർന്നില്ലേ? Oh, the Enron, which was the most money making of the United States, was collapsed. ആ അലയടി ലോകത്തിലെ രാജ്യങ്ങളിൽ എല്ലാം വന്നു. And its waves reached all over the world. മലയാളികളുടെ സ്വപ്നഭൂമിയായ ഗൾഫ് അന്ന് തുടങ്ങിയ ആട്ടം ഇന്നും ചാഞ്ചാട്ടമാണ്. Even the Gulf countries where many Malayalis are dreaming about is still under shake. ഒന്ന് എക്കണോമിക്കൽ ക്രൈസിസ്. The first one is the economical crisis. രണ്ട് ആ തക്കത്തിൽ തീവ്രവാദികൾ പരസ്യമായി രംഗത്ത് വന്നു. At that time the terrorists came outside. 2009 തീവ്രവാദികൾ പരസ്യമായി വന്നത്. So in 2009 the terrorists openly
only came. നിങ്ങൾക്കത് എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. You know better than me. അതെ, തീവ്രവാദികൾ പരസ്യമായി വന്നു. The terrorists came out. Thirdly, ആ സമയത്ത് ബുദ്ധിജീവികൾ, രാഷ്ട്രീയ നിരീക്ഷകർ, സമാധാന പ്രേമികൾ, ലോകം മുഴുവൻ, ഒരു രാജ്യത്ത് എടുക്കരുത്, ഇവർക്കെല്ലാം ഒരു ഭയം. സമ്പദ്ഘടന തകർന്ന രാജ്യങ്ങളിൽ പലതിന്റെയും കയ്യിൽ ആറ്റമായുധമുണ്ട്. oh, so many people are so concerned because many of these countries which have faced the economic collapse, they have the atom. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഈ ആറ്റമായുധ ബ്ലാക്കിലെങ്ങാനും തീവ്രവാദികൾക്ക് കൊടുത്താൽ ഈ ലോകമില്ല. In the worst case scenario, if they sell this atom to the terrorist, there is no end for this world. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ രാഷ്ട്രീയ തെളിവ് പറയുക. I'm giving you some political evidences. അന്ന് ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് ആവിഷ്കരിച്ചതും യുണൈറ്റഡ് നേഷൻസ് അതിന് പിന്തുണ കൊടുത്തതുമായ ഒരു സംഭവമാണ് the new world order. Oh, so the scientists and the smart people of this world, along with the UN, they accepted something called the New World Order. New World Order. You know what is the New World Order? പരമാധികാരം. Oh, every country have their own power. അവരവരുടെ രാജ്യത്തിലെ പ്രസിഡന്റ്, പ്രധാനമന്ത്രിക്കെല്ലാം പരമാധികാരം. All the president and the prime minister, they have all the power about their country. അപ്പോൾ തന്നെ At the same time, എല്ലാവർക്കും സ്വീകാര്യനും, acceptable by everyone, രാഷ്ട്രീയമില്ലാത്തവനും, one who does not have any politics, നയമുള്ളവനും, have a diplomacy, തീരുമാനം ഉടനുടൻ എടുക്കാൻ പ്രാപ്തനും, who is able to make a decision then and there, വാചാലമായി സംസാരിക്കാൻ കഴിവുള്ളവനും, a man who can talk eloquently, രാജ്യങ്ങളെ തമ്മിൽ സമന്വയിപ്പിക്കാൻ മിടുക്കനുമായ 6 യോഗ്യതയുള്ള ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാം. somebody who is able to unite all these countries with all these 6 qualifications. We must find out somebody. ആ വ്യക്തിയുടെ കീഴിൽ ഈ ലോകരാജ്യങ്ങളെ കോർത്തിണക്കാം. And we can tie together all this world under his rule. ഒരു പുതിയ ലോക ഓർഡർ കൊണ്ടുവരാം. A new world order can be brought out. അങ്ങനെ പറയുമ്പോൾ തിരുവചനം പറയുന്നു, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ വിക്രമനായ ഒരുവൻ എഴുന്നേൽക്കും. So the scripture says at the end of their kingdom or the reignship, another king will arise. അപ്പോൾ ശാസ്ത്രം പറയുന്നു, ഞങ്ങൾ തരാം അങ്ങനെ ഒന്നിടത്തിനെ. So the science say that yes, we will provide a man like that. ഇന്നത്തെ മനുഷ്യർക്കെല്ലാം ശാസ്ത്രം പറയുന്നത് ജീവിത സാഹചര്യം, ടെൻഷൻ, സ്ട്രെസ്, ഭക്ഷണശീലം, ക്ലൈമറ്റിക്കൽ ചേഞ്ച്, ഇതെല്ലാം നിമിത്തം ലോകത്തിലെ ഏത് രാജ്യത്ത് ചെന്നാലും 40 വയസ്സ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമില്ലാത്ത ആളുകൾ കുറവാണ്. So because of the climatic change and a different situation, almost all people become sick after they reach the age of 40. 40 കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴച്ചിലില്ലാത്തവരാ വളരെ കുറവുണ്ട്. After 40 years, you will have some kind of physical deficiency in your body. സയന്റിഫിക്കൽ സിസ്റ്റം കണ്ടുപിടിച്ച എന്തെങ്കിലും കാണും. Oh, the science says that there will be something. ഒരു വ്യക്തി ആ പ്രൊഫഷനിൽ ഓപ്റ്റിമം ആകുമ്പോൾ 40 വയസ്സ്. So they say that a person will reach his optimum at the age of 40. ഒരു നല്ല പ്രൊഫസർ, a good professor, നല്ല ഡോക്ടർ, a good doctor, ഒരു നല്ല എഞ്ചിനീയർ, a good engineer, എല്ലാ തരത്തിലും അങ്ങനെയാണ്. Oh, in every area it is the truth. ഒരു നല്ല ഓപ്റ്റിമത്തിൽ വരണേ 40 വയസ്സാണ്. So in order to reach the optimum, you must be around 40. ചെറുത് മുതൽ വലുത് വരെ എങ്ങനെയാണ്? From the smallest to the highest, it is true. ഒരു പാസ്റ്റർ ആണെങ്കിൽ 40 ആകുമ്പോഴേ അതിന്റെ ഓപ്റ്റിമം വരത്തുള്ളൂ. So even a pastor will reach his maturity at the age of 40. നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഡ്രൈവർമാരാരെന്ന് അറിയാവോ? 2 തലമുടിയിലും നരച്ചവനെ എടുക്കത്തുള്ളൂ. You know that the drivers who are driving the presidents and the they will have some great മലയാള ഭാഷ പറയാം. ഒരു വീട്ടമ്മ രുചികരമായി നല്ല രീതിയിൽ കറി വെക്കണേ 40 വയസ്സാണ്. അതിന് മുമ്പ് എണ്ണക്കകത്തിട്ട് ഭർത്താവിനെ a mom will cook the good food after she reaches the age of 40. 40 ഒരു പിൻ പോയിന്റ്. So 40 is a very key point. ഒരു ഡോക്ടർ ആ നിലയിൽ വരണമെങ്കിൽ കോഴ്സ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കണം. Oh, in order to reach a doctor to reach that level, he have to spend a lot of money. ആ രീതിയിൽ വരണമെങ്കിൽ കോഴ്സ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കണം. Oh, millions of dollars must be spent
spend on behalf of ഏത് that. പ്രൊഫഷനിലും ആ നിലയിൽ വരണമെങ്കിൽ 40 വയസ്സ്. Oh, that is true in every area. അപ്പോൾ സയൻസ് പറയുന്ന എന്തെങ്കിലും ഒരു അസുഖം കാണും. Oh, but science says that after that you will have some kind of sickness in your അപ്പോൾ body. ആ വ്യക്തിയുടെ എഫിഷ്യൻസി 40% പോയി. So the efficiency will reduce 40% at that time. രാവിലെ നോക്കുന്ന ടാബ്ലറ്റിലോട്ടാ. Oh, ടാബ്ലറ്റിലോട്ടാ നോക്കുന്നത്. in the morning as soon as they wake up they look for the tablet. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? Oh, we all know that. അത് നാഷണൽ ലോസാ. Oh, that is a national loss. ഞങ്ങൾ അതിന് പരിഹാരം തരാം. We will provide a solution for that. BP വരാത്തതിന്. Oh, we will give you somebody who does not have a BP. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാത്തതിന്. Oh, we will give you somebody who will not have a heart attack. ഞങ്ങൾ തരാം ബ്ലഡ് ഷുഗർ വരാത്തതിന്. Oh, I will give you somebody does not have a blood ഞങ്ങൾ sugar. തരാം പാരാലിസിസ് വരാത്തതിന്. Oh, we will give you somebody. ഞങ്ങൾ തരാം പാർക്കിൻസൺസ് വരാത്തതിന്. പാർക്കിൻസൺസ് വരാ. Oh, one which does not have a Parkinson's. വിഷയം അതല്ല. അവിടെ ഞാൻ കേറുന്നില്ല. ഒരു വാക്ക് പറഞ്ഞു നിർത്താം. ഓരോറ്റ അനുവാദം മാത്രം ഞങ്ങൾക്ക് തരണം. You should give just one permission to us. സെക്സ്വൽ പരിപാടിയിൽ ഞങ്ങൾ ഉണ്ടാക്കത്തില്ല, സയന്റിഫിക്കൽ പരിപാടിയിൽ ഉണ്ടാക്കാം. So it will not be because of the sexual relationship, but he will be made on the basis of science. പറയാം, സ്ത്രീയുടെ സഹായമൊന്നും വേണ്ട, അല്ലാതെ ഞങ്ങളെ മനുഷ്യരെ സൃഷ്ടിക്കാം. So let me make it more clear. Without a woman, we will make a man. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. It's called a somatic cell nuclear transfer. രണ്ടെണ്ണം ഇറങ്ങിക്കഴിഞ്ഞു. They already created two. രണ്ടെണ്ണം ഇറങ്ങിക്കഴിഞ്ഞു. They already created two. മൂർത്തി. Oh, the mystery, the man of sin. കരുണയില്ലാത്തവൻ ഒരു അമ്മയുടെ മകനായാൽ അതെല്ലാം ഉണ്ടാകും. ഞാൻ അങ്ങോട്ട് കയറിയാൽ വിഷയം കയറിയില്ല. സമയമുണ്ട് നമുക്ക് നാളെ. അപ്പോൾ സയൻസ് പറയുന്നു, ഇവിടെ പറയുന്നു, അതിക്രമക്കാരുടെ അതിക്രമം കഴിയുമ്പോൾ ഉപായബുദ്ധിയുള്ള ഒരുവൻ വരുമെന്ന് അന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധരും ബുദ്ധിജീവികളും പറയുന്നു ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ലോകം അവന്റെ കയ്യിൽ കൊടുക്കാം. അപ്പോൾ സയൻസ് പറയുന്നു ഞങ്ങൾ തരാം. മൂന്നും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ കാണാം അധർമ്മമൂർത്തി വെളിപ്പെടും. So the scripture says that when the transgression is fulfilled, a man will rise, and at the same time the science is telling we will provide a man who will be born without a woman. മൂന്ന് കാര്യം ചേർത്ത് പഠിക്കണം. Oh, you have to study these things. പ്രവചനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. We are talking about the prophecies. 2700 വർഷം മുമ്പ് പറഞ്ഞു ഇങ്ങനൊരുത്തം വരുമെന്ന്. So 2700 years ago it was prophesied. അപ്പോൾ ലോകത്തിലെ ഒരു രാഷ്ട്രീയ ഗോളത്തിലും ഒരു നേതാവിനും സ്വസ്ഥതയിൽ ആർക്കും വിശ്വാസവുമില്ല. Oh, so nobody have any trust in the political leaders or in the science. അപ്പോൾ സാമ്പത്തിക വിദഗ്ധരും ബുദ്ധിജീവികളും പറഞ്ഞു ചൊവ്വുള്ള ഒരുത്തരെ കണ്ടുപിടിക്കാം. So the economic background, those people say that we will find out somebody. അതേസമയം സയൻസ് പറയുന്നു ഞങ്ങൾ തരാം. On the other side of the science say we will provide somebody. ചേർത്ത് പഠിച്ച് ഒരുത്തം വരുന്നു. Oh, the scripture says somebody is coming. മനസ്സിലായോ? കരങ്ങളെ ഉയർത്തിക്കേ. മനസ്സിലായോ? Hallelujah. If you know, raise your ഈ തലമുറ എന്നല്ല ഞാൻ ഇന്നലെ പറയാൻ കാര്യം. രണ്ട്, നിങ്ങൾക്കറിയാമെങ്കിൽ ഞാനത് വിശദീകരിച്ച ഈ പ്രവചനം നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രവചനം അവൻ എവിടെ നിന്നും വരും. Oh, at the same time the next question is where from he will come. എവിടെ നിന്ന് വരും? Where from he will come. ദാനിയേൽ പ്രവചനം 7-ാം വാക്യം വേഗം വായിക്കാം. Daniel 7:7. After this I saw in the night visions, and behold, a fourth beast, dreadful and terrible, exceedingly strong. It had huge iron teeth. It was devouring and breaking in pieces, trampling the residue with his feet. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരുമ്പ് ഭരണം നടത്തിയ നാലാമത്തെ ഘോരമൃഗം റോമൻ സാമ്രാജ്യം. So this fourth beast is talking about the Roman kingdom. മുമ്പുള്ള കാര്യത്തേക്ക് ഞാൻ കേറുന്നില്ല. I don't want to explain the previous kingdom. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 7-ാമത്തെ വാക്യത്തിൽ 10 കൊമ്പ്. Oh, it will have 10 horns upon the Roman kingdom. 7-ാം വാക്യത്തിൽ പറയുന്നു കൊമ്പ്, 10 കൊമ്പ്. 10 horns in verse 7 you can see. ആ കൊമ്പുകൾക്കിടയിൽ ചെറിയൊരു കൊമ്പ്. And there is another little horn among these 10 അപ്പോൾ horns. പറയുന്ന ചെറിയ കൊമ്പ് മുളച്ചാൽ 3 കൊമ്പ് താഴെ പോകും. So when this little one came up, 3 fell down. 3 out of 10 fell down. ഫോട്ടോ എടുത്തതുപോലെ 24-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കാവോ? തെളിച്ചു പറയുന്ന ഈ കൊമ്പ് എന്നതാ, രാജ്യം എന്നതാ, പറയുന്നത് എന്നതാ. വായിച്ചേ. Verse 24 മലയാളം. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ യെസ്, എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവന് ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച. ലോകത്തിൽ 3 ഭരണം, ഏകാധിപത്യം, ജനാധിപത്യം, രാജഭരണം 3 തകർക്കും. 3 ക്യാൻസൽ ചെയ്യും. അവൻ സർവാധിപത്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. എപ്പോൾ? റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ്.
So in the Roman kingdom there will be 10 horns and another one will come and he will subdue 3 different kings. അന്ത്യകാല സംഭവത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് 948. So it began at 1948. കർത്താവിന്റെ ഭാഷയാണ് അത്യതളർക്കും. Oh, the fig will become tender. രണ്ടാമത്തെ സ്റ്റെയറാണ് 1953. The second stair is 1953. യൂറോപ്പിലെ 2 രാജ്യങ്ങൾ 75 വർഷം തമ്മിലടിച്ചു. Oh, for the 2 countries in Europe fought for 75 years. രണ്ട് തമ്മിലടിച്ച ധാരാളം പേർ മരിച്ചു. Many people died. അതിനോട് 2 ലോകമഹായുദ്ധത്തിന് ഇരകളായി. And they were the victims of 2 world wars. ഫ്രാൻസ് and Germany. Oh, France and Germany were 2 countries. 1953 ബോധം വീണത്. Oh, in 1953 they came to realize something. ഇനി അടിക്കണ്ട. They said, let us start fighting. തീർന്നു. Oh, they stopped it. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. Let us stand together. ഒന്നിച്ചു ബിസിനസ് ചെയ്യാം. Let us do the business together. ആരംഭിച്ച ബിസിനസ്സാണ് യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. Oh, so a new community was formed by these 2 countries. യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി ESCC. ESCC. എന്ന് പറഞ്ഞാൽ കരിയും ഇരുമ്പും നമുക്ക് വിൽക്കുന്ന ഒരു നല്ല ബിസിനസ് ഉണ്ടാക്കാം. So we will have a good business in which we sell. അവരങ്ങോട്ട് മുന്നോട്ട് വന്നു. Oh, they came forward. 10 കൊമ്പ് വരാൻ പോകുക. The 10 king horns are about to come. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വാച്ച് ചെയ്തു. Oh, all the Europeans were watching this. 1973 മൂന്നാമത്തെ സ്റ്റെയർ കയറി വന്നു. In 1973 the 3rd stair came up. കറക്റ്റ് ആയിട്ട് സ്റ്റെയർ കയറി വന്നു. Oh, exactly, a stair came up. നിങ്ങൾക്കെല്ലാം അറിയാം യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അഥവാ യൂറോപ്യൻ യൂണിയൻ. Oh, we all know about the European Economic Community or European Union. ഇന്ന് 30 രാജ്യങ്ങൾക്ക് അതിനകത്ത് അംഗത്വമുണ്ട്. Now it has a membership of about 30 countries. 12 പേരാണ് ആരംഭിച്ചത്. But it began by 12. 12 11 ആണ്. Oh, actually that's 11. കാരണം ജർമ്മനി ഫ്രാൻസ് ഒന്നാണ്. Because Germany and France is one. ജർമ്മൻ, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, ഡെൻമാർക്ക്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ, ബ്രിട്ടൻ. So all these so-called countries are part of the EEC. ഈ 12 രാജ്യങ്ങൾക്കായിരുന്നു അംഗത്വം. So only these 12 countries have the membership. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ രാജ്യങ്ങളുടെ പേരൊന്ന് കേട്ടോണം. Oh, you must listen to the name of those countries. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. Praise God. ബെൽജിയം, ജർമ്മനി, Germany, Italy, ഫ്രാൻസ്, Luxembourg. 12 രാജ്യം. There are 12 countries. മലയാളിയുടെ ഭാഷയിൽ ഇഗർക്കിലി പോലെ 12 എണ്ണം. So in Malayalis language it is very ഒരു thick countries. വേറെ കട്ടി കുറഞ്ഞ 12 രാജ്യം. they are very weak, in other words. നിങ്ങൾ ശ്രദ്ധിച്ചേ. Listen. ചുക്കയില്ലാത്ത കഷായമില്ല, അമേരിക്കയില്ലാത്ത പരിപാടിയില്ല. 5 അയലോക്ക് തലപ്പിച്ചിട്ടില്ല അമേരിക്ക. You know, America is involved in everything, but they have no part in this. ഏറ്റവും നല്ലപോലെ ടെക്നോളജി പഠിച്ച ജപ്പാൻകാരന് അതില്ല. The best technological country, Japan, is not there. ഏത് സാധനം വില കുറച്ച് കൊടുക്കുന്ന ചൈനക്കാരനില്ല. China is not there, who sell the things very cheap. സ്വീഡനില്ല, സ്വിറ്റ്സർലൻഡ് ഇല്ല. Switzerland is not there, Sweden is not there. എക്കണോമിക് ക്രൈസിസിൽ അപ്പം കൈസ പിടിച്ച് വെച്ചിരിക്കുന്ന അറബി ഷെയ്ഖുമാരാരുമില്ല. Oh no, none of the sheikhs were in that. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരമുള്ള ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. There is only one country who have a higher culture. ഇത്രയും ഉന്നതമായ സംസ്കാരമുള്ള ഒരൊറ്റ രാജ്യം ഇന്ന് ലോകത്തിൽ ഇല്ല. There is no other country who is holding such a high culture. ഏത് രാജ്യമാണ്? Do you know which country is that? ആരും ഇറങ്ങുന്നില്ലല്ലേ? സ്തോത്രം. Praise God. ഇന്ത്യ. നമ്മുടെ തൊലിക്ക് കളർ കുറവുണ്ടെന്നേ ഉള്ള, അകത്തുണ്ട്. You know that our skin color is not good, but you can be proud of. ഞാൻ തെളിയിക്കാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. I can prove it. അവിടെ പ്രധാനപ്പെട്ട 3 മതങ്ങളില്ലേ? There are 3 major religions. ഹിന്ദു മതം, Hindus, ക്രിസ്ത്യൻ മതം, Christian, ഇസ്ലാം മതം. Islam. ഈ 3 മതങ്ങളുടെയും എല്ലാ കാര്യങ്ങൾക്കും വിവാഹം, ഫ്യൂണറൽ, ഹൗസ് വാമിംഗ്, എല്ലാത്തിനെയും 3 മതങ്ങളിൽപ്പെട്ടവർ പോകുന്നു, പങ്കെടുക്കുന്നു, ഉപഹാരം കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. So in all the main incidents like a wedding or other things, all these people from that religion come, and there is no partiality. ഇവിടെ എങ്ങാനും ആ പരിപാടി ഉണ്ടോ? But can you see that in this country? ഒറ്റ രാജ്യത്തിൽ അതില്ല. No other country is holding that. അവനവൻ്റേത് വന്നാ ഭാഗ്യം. So if you are invited for your own kind of people, you are lucky. അതാണ് നമ്മുടെ സംസ്കാരം. That is our culture. അതാണ് ഞാൻ പറഞ്ഞ അകത്ത് ചില കളർ കൂടുതൽ, വെളിയിൽ ചില കളർ കുറവ്. That's why I said we have more color inside than outside. 2
Secondly, ഫാമിലി മൊറാലിറ്റി ഉള്ള ഒരു രാജ്യമുണ്ടോ? oh, can you see a country like such a high morality? അപ്പൻ, അമ്മ, പെങ്ങൾ, ആങ്ങള, ഭാര്യ, ഭർത്താവ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? Can you see that father, mother, son, daughter, husband and wife? അമേരിക്കക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറയുക, അവിടെ വന്നേ ഭർത്താവിനെ കാണുമ്പോൾ എഴുന്നേൽക്കുന്ന ഭാര്യ ഇവിടുത്തെ കാര്യമല്ല, അവിടുത്തെ കാര്യം. Some talking about back in India, when the husband is coming, the wife will stand up. Can you see such a country? ഭർത്താവിന് ബഹുമാനം കൊടുക്കുന്ന ഒരു രാജ്യം. They honor their husbands. ആ നമുക്ക് ഇങ്ങനെ ഒരു കൺട്രി ലോകത്തിലില്ല. You cannot see such a thing in any other country. രാജ്യം ഇതിനകത്തില്ല. This United States is not there. ബുദ്ധിമാന് ശക്തിയോടെ അമേരിക്ക ഇല്ല. Oh, the America is not there. യൂറോപ്പിലെ നല്ല സ്വിറ്റ്സർലൻഡ് ഇല്ല, സ്വീഡൻ ഇല്ല. Oh, the Sweden is not there. ബോഡി പവറുള്ള ആഫ്രിക്കക്കാരില്ല. ബോഡി പവറുള്ള ആഫ്രിക്കക്കാരില്ല. Africa is not there. Who has more physical power? എക്കണോമിയുള്ള ഗൾഫിലെ ഷെയ്ഖുമാരില്ല. The sheikhs were not there. Who has ചൈനക്കാരില്ല. China is not there. ജപ്പാനില്ല, കൊറിയ ഇല്ല. Japan is not there. Korea is not there. ശൂന്യമായിട്ടുള്ള 12 രാജ്യങ്ങൾ. Only some empty, weaker 12 nations. ജർമ്മനി, ഫ്രാൻസ് വന്ന ESC 11 രാജ്യം. So, including Germany and France, only 11 countries. എത്ര ക്ലിയർ ആണത്. You see how clear that is. രാജ്യങ്ങളുടെ പേര് പറഞ്ഞൊരു കാര്യം പറയാനായിട്ടാ. The reason why I said this name is ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. എന്താണെന്നറിയാമോ? ഈ 11 രാജ്യങ്ങളുടെയും സംസ്കാരത്തിന്റെ തുടർച്ച, ഭക്ഷണ നിർമ്മാണത്തിന്റെ തുടർച്ച, ഗൃഹനിർമ്മാണം, ശവസംസ്കാരം, വിവാഹ രീതി എല്ലാം അസ്തമിച്ച റോമൻ സംസ്കാരത്തിന്റെ തുടർച്ച. So it is a continuation in what is going on in these 11 countries is a continuation of what stopped a long time ago in Roman countries. റോമൻ സംസ്കാരത്തിന്റെ തുടർച്ച. It is the continuation of the Roman culture. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് വരും. So the scripture very clearly say that there will be 10 horns upon this Roman kingdom. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ മാത്രം. That is why there is only these 11 countries. അപ്പോൾ 11. Oh, number 11. നിങ്ങൾക്കറിയാം, ബ്രിട്ടൻ വെളിയിൽ ചാടി. You know that Britain got out of it. അവനും രക്ഷപ്പെട്ടു. ലോകം അന്ത്യത്തിലേക്ക് വരുന്നു. So they also escaped. That world is coming to an end. എല്ലാവർക്കും അറിയാം, ബ്രിട്ടൻ വെളിയിൽ ചാടി. Oh, we all know that Britain is not a part of it now. 10. Oh, now the number came down to 10. 10 രാജ്യങ്ങൾ വന്നു. 10 nations. അപ്പോൾ അതിനിടയിൽ ഒരുവൻ വരും. Oh, there will be another one coming up. അതാണ് ചെറിയ കൊമ്പ്. Oh, he is known as the little horn. ചെറിയ കൊമ്പ് വരും മുൻപേ. Oh, before that little horn is coming. ക്രിസ്തുവിന്റെ കാന്തം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും. Bride of Christ will be taken. രണ്ടാമത്തെ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനം. Oh, this is the prophecy that is being fulfilled. ഒന്നാമത്തെ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനം, ഒരു രാജാവിന് വേണ്ടി ലോകം നോക്കുന്നു, അപ്പോൾ എതിർ ക്രിസ്തു വരുന്നു. Oh, the first one is the world is looking for a ruler and the world is looking for that. മൂന്നാമത്തെ പ്രവചനം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. The third one is also being fulfilled. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 26-ാം വാക്യം. Daniel 9:26. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം. മതി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് After 62 weeks, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. the Messiah shall be cut off. അവൻ ആരുമില്ലെന്ന് വരും. And but not for himself. ആ വചനം നിവർത്തിക്കുവാൻ ആ ക്രൂശിൽ കിടന്ന കർത്താവ് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്തേ? Oh, that is the fulfillment when Jesus said, oh my God, why have you forsaken me upon the cross? പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. The army of the prince that shall come. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടയല്ല, ജനം പടയായത്. The people of the prince that shall come. The people changed as army. The people changed. ജനം സൈന്യമായിട്ട് മാറുന്നു. Yes. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ. Oh, it is talking about the prince that shall come. ആരാണ് ഈ വരുവാനിരിക്കുന്ന പ്രഭു? Who is that prince that shall come? 14:30 പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവും ഇല്ല. John 14:14 Jesus said, the prince of this world is coming, I have nothing to do with it. അപ്പോൾ തെളിഞ്ഞോ, എതിർ ക്രിസ്തുവിന്റെ പടജനം. So this is talking about the people of the Antichrist. Yes, military of the Antichrist.
the military of the Antichrist. എതിർ ക്രിസ്തു വരും മുൻപേ അവന്റെ പട്ടാളം ലോകം മുഴുവൻ നിരക്കും. So before his arrival, his army will be spreading all over the world. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഡിഫൻസ് മിനിസ്ട്രി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. Every kingdom has a country has their own defense department. മിലിറ്ററിയിൽ ആളെടുക്കുവാൻ ശക്തമായ 2 ലോ എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യും. Every country follow one law before they take into the military. ഒന്ന് മിലിറ്ററിയിൽ എടുക്കണമെങ്കിൽ ബോൺ സിറ്റിസൺ ആയിരിക്കണം. First one is that you must be born in that country. ഒരു ഇന്ത്യക്കാരനല്ലാതെ വേറൊരുത്തനെ അവിടെ എടുക്കുകയില്ല. They will not take any foreigner in their military in India. ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരെ പട്ടാളത്തിൽ കയറിയ രാജ്യം കാണുകയില്ല. Because if they allow them, they will. It's not good for them. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇവിടെ വന്ന സിറ്റിസൺസ് ആയ നിങ്ങളെ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ മിലിറ്ററിയിൽ എടുക്കും. നിങ്ങൾക്ക് ഇവിടെ ജനിച്ച മക്കളെ എടുക്കും. I don't think that because you came, even though you became citizen, they will take you. But the children born to you may be taken in the military. ഇവിടെ ജനിച്ച പത്തായി മാസം എന്റെ ആത്മീയ ഗുരുവാ, അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ജനിച്ചതാ. പക്ഷെ പട്ടാളത്തിൽ എടുക്കത്തില്ല, കാരണം ഇവിടെ വന്ന് സിറ്റിസൺ ആയതാ. എന്നാൽ അദ്ദേഹത്തിന് ഒരു മകൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ he is born citizen, അവന് റൈറ്റ് ഉണ്ട് മിലിറ്ററി കയറാൻ. If Pastor Mathai has a son who is born over here, he is eligible to enter into the American military. എല്ലാ രാജ്യത്തിലും അങ്ങനെയാണ്. That is the law in every country. മിലിറ്ററിയിൽ എടുക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ സെക്കൻഡറിയാണ്. Actually, the educational qualification is secondary. ആദ്യമേ നോക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ. The first thing is how you are physically. ഫിസിക്കൽ എക്സാമിനേഷനും നീളവും മണ്ണവും ഒക്കെ ഒരു അരയിഞ്ച് ഒക്കെ കുറഞ്ഞാൽ അതെല്ലാം കൺസിഡർ ചെയ്യും. They don't care you are bigger size or a smaller size. ആരെങ്കിലും മിലിറ്ററിക്കാരനെ നിങ്ങളൊന്ന് വിളിക്കും, എങ്ങനെയാണെന്നറിയോ മിലിറ്ററിയിൽ എടുക്കുന്ന എല്ലാ രാജ്യത്തും അങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പ് അവനെ അങ്ങോട്ട് നിർത്തിയോട് കുനിപ്പിക്കും, നേരെ ശകലം ചാടിക്കും. എന്തിനാണെന്നറിയോ? ദൃശ്യമായി വല്ല വൈകല്യം ഉണ്ടോ എന്നറിയാൻ. So the thing is that they will tell him to do some kind of exercise so in order to watch whether he is physically all right. ദൃശ്യമായിട്ട് എന്തെങ്കിലും വൈകല്യം ഉണ്ട് എടുക്കത്തില്ല. Or if there is any visible difficulties, he will not be taken into the military. കാരണം രാജ്യരക്ഷയുടെ പരിപാടിയാണ്. Because they have to defend the country. ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ ചുമച്ചോണ്ടിരുന്നത് അവനെ എടുക്കത്തില്ല. If he is keep coughing, he will not be taken into the military. യുദ്ധം പഠിക്കുമ്പോൾ അവൻ ചുമക്കാൻ പോവോ വെടിവെക്കാൻ പോവോ? When the war front, he is coughing. ഒരു റിക്രൂട്ടിംഗ് ഓഫീസറോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെക്ക് ചെയ്യും, ആസ്മാണോ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. I consulted with the recruiting officer. He said if somebody have asthma, we won't take him. ഞങ്ങൾ എടുക്കത്തില്ല, കാരണം ഈ ആസ്മ വരുന്നതെല്ലാം കർത്താവിനാ എത്രയും കരുതല്ലേ, ഇവൻ വലിച്ചോണ്ടിരിക്കും, ഞങ്ങൾ എടുക്കത്തില്ല. So when they are this happens at a particular time, and that is the time the war starts. മക്കളെ, ഞാനൊരു മിലിറ്ററിയുടെ പേര് പറയാം. Let me tell you the name of the military. നിങ്ങളുടെ മോഹം കറക്കും. Your face is going to get gloomed. ISIS. Its name is ISIS. Islamic State of Syria and Iraq. Islamic State of Iraq and Syria. Okay, Islamic State of Syria and Iraq. Islamic State of Iraq and Syria. ഇതാണ് സാത്താന്റെ ടെക്നോളജി. കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇത് ഏതാണ്ട് ഇസ്ലാമിന്റെ പരിപാടിയാണ്. So that's the Satan's trick. So you will have the feeling that this belongs to Muslims or Islams. അവൻ ബോഷ്ക്ക് പറയുന്നവൻ അവന്റെ അപ്പനുമാണ്. He is the liar and the father of lies. ഇസ്ലാമിനെ യഥാർത്ഥ ഇസ്ലാമിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. Actually, the real Islam has nothing to do with ISIS. I can prove it. സകല ഇസ്ലാം രാഷ്ട്രങ്ങളും പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. All the Islamic countries said that we have nothing to do with the ISIS. ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് ഇസ്ലാമിക് കൺട്രി സൗദി അറേബ്യ. Saudi Arabia is the richest Islamic country. അവരിന്ന് സാമ്പത്തിക ക്രൈസിസിന്റെ അടിയിൽ കിടന്ന് ആടുകയാണ്. They are troubled with the economic collapse. സകല ഫോറിനേഴ്സിന് ഒരു ഡ്യൂട്ടി ഇട്ട് കഴിഞ്ഞ പണം. They blocked all the income of the other people. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. There are a couple of reasons. ഒരു കാരണം വെള്ളം ഒഴുകുന്നത് പോലെ അവരുടെ മുഴുവൻ സമ്പത്ത് ഒഴുകി പോകുക. So their economies are flowing away like water. വടക്കൻ അതിർത്തി മുഴുവൻ കിലോമീറ്ററുകൾ ദൈർഘ്യത്തിൽ പ്രത്യേക വിധത്തിലുള്ളതായ ലേസർ രശ്മികൾ ചെതറുന്ന പ്രത്യേക വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. They are creating a wall at the northern border which is sending the laser rays. എന്റെ അറിവ് ശരിയാണെങ്കിൽ 9,930 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുകയാണ്. And it is being made 9,930 kilometers long. കർണാടകയുടെ അപ്പുറം വരെയുള്ള നീളത്തിലാണ് നിർമ്മിക്കുന്നത്. It's 930 kilometers long. അവർ ഭയപ്പെടുന്നു ISIS കയറി പിടിക്കുമോ? They are afraid about the ISIS. ഇസ്ലാമിന് 3
പ്രധാനപ്പെട്ടതായ സ്ഥലങ്ങൾ വിശുദ്ധ നഗരങ്ങളുണ്ട് Oh, നിങ്ങൾക്കറിയാമോ? they have 3 holy places over there. നമുക്കറിയാമല്ലേ മെക്ക മെദീന. Oh, we know Makkah and Medina. 2 വർഷങ്ങൾക്ക് മുമ്പ് മെദീനയിലാണ് പെരുന്നാളിന്റെ അന്ന് ബോംബ് പൊട്ടിച്ച് 10-28 പേർ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്വം ISIS ഏറ്റെടുത്തു. In Medina, when the festival was going on, there was a bomb clash over there, and ISIS took the responsibility. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനത്തിലെ ചെറുപ്പക്കാരെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഇടിച്ചു കയറി 2017 30 ചെറുപ്പക്കാർ പാകിസ്ഥാൻകാർ പോലീസ് ട്രെയിനിങ്ങിൽ കൊല്ലപ്പെട്ടു. അതിന്റെ ഉത്തരവാദിത്വം ISIS ഏറ്റെടുത്തു. So 30 people in Pakistan were destroyed by the train, running the train, and the ISIS took the responsibility. ഇസ്ലാമിനെ കൊലപ്പെടുത്താനാണോ? Is it for Islam? ആരാണ് ഇതിനകത്തുള്ളവരെ? Oh, because of somebody inside. ഇതിനകത്തെ അംഗങ്ങൾ ആരാണെന്ന് അറിയാമോ? Do you know who are the members? നിങ്ങൾ തരിച്ചു പോകും. Probably it may surprise you. 2014 ഏപ്രിലിലെ ന്യൂയോർക്ക് ടൈംസിന്റെ 2ാമത്തെ പേജിലെ വാർത്ത ഞാൻ വായിച്ചത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. Newspaper in the New York Times in 2014. അത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് It is written 2500 അമേരിക്കക്കാർ അതിനകത്തുണ്ട്. it has 2500 Americans in that. ചെറിയ കാര്യമാണോ? Is it a so ഈ സമ്പന്ന രാജ്യത്തിൽ നിന്നും in this from this good country, wealthy ആരുടെ മുമ്പിൽ തലകുനിക്കാത്ത ഈ രാജ്യത്തിൽ നിന്നും from this country who will not bow their head? ഇവിടെ 2500 പേർ അവിടെ കയറണമെങ്കിലോ If 2500 people from here to go there, ഇത് ഏത് ആത്മാവാണ്? what kind of spirit? 2014 ജൂലൈയിലെ 2014 July. ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കാനല്ലേ ലണ്ടനിൽ വിളിച്ചു. I was called to preach in the Church of God convention in London. ഞാൻ ചിക്കാഗോയിൽ നിന്നാണ് പോയത്. I flew there from Chicago. സീസണായതിനാൽ കനത്ത ടിക്കറ്റ് എടുത്താൽ ഞാൻ ചെന്നത്. I paid much price to get the ticket. അന്ന് അവിടുത്തെ ഓവർസിയർ പാസ്റ്റർ ജോ കുര്യനാ. Joe Korean is the overseer over there. അദ്ദേഹം ദേവദാസന്മാർ എന്നെ ഇത്രോ എയർപോർട്ടിൽ സ്വീകരിച്ചു. They received me in the Heathrow airport. അവരുടെ മുഖത്തെല്ലാം ഒരു വല്ലായ്മ. I could see the gloominess upon their face. They are very gloomy. ഞാൻ ചോദിച്ചു ദൈവദാസന്മാർ എന്താ നിങ്ങൾ ഇങ്ങനെ? Men of God, what happened? അവർ പറഞ്ഞു ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. We have much expectation. We can arrange this meeting. പ്രസംഗത്തിന്റെ സെന്റൻസ് വരെ ഞങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. We even gave the sentence of your preaching also. സാറേ ഇവിടെ ജനം ഒരു അങ്കലാപ്പില. The people are in trouble. ജനം ഒരു വാർത്ത കണ്ട് ഭയപ്പെട്ട് വിഷമിച്ചിരിക്കുന്നു. They saw a news and they are very troubled with that. 14, 15, 16 വയസ്സ് പ്രായമുള്ള സുസുന്ദരികളായ നല്ല വൈറ്റ് പെമ്പിള്ളേർ ഇത്രോ എയർപോർട്ടിൽ നിന്നും പ്ലെയിൻ പോകുന്നതിന് മുൻപേ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു, ഡാഡിയും മമ്മിയും ഞങ്ങളെ മറന്നേരെ, ഞങ്ങൾ ISI കയറാൻ പോവുക. Many girls, beautiful girls from that country, they left the airport and they sent the message back to home. Forget about us, we are going to join ISIS. ഞാനൊരു ദൃക്സാക്ഷിയാ, മാർക്കറ്റ് പോലും ഡള്ളായി. I'm an eyewitness. Even the market collapsed. ദേവദാസൻ പറഞ്ഞു 22 വയസ്സ് പ്രായമുള്ള അയർലൻഡുകാരത്തെ ഒരു പെൺകുട്ടി കൃഷകാത്രക്കാരത്തി പാല് കുടിക്കുന്ന കുഞ്ഞു മടിയിൽ അവൾ സെയിം എയർപോർട്ടിൽ നിന്നും പ്ലെയിൻ പുറപ്പെടുന്നതിന് മുമ്പേ ഹസ്ബൻഡിനെ വിളിച്ചു പറയുന്നു, എന്നെ മറന്നേരെ ഞാൻ ISI കയറാൻ പോവുക. So a mom, a beautiful girl, a lady, she called her husband. She also have a baby. She said, told her husband, forget about me, I'm going to ISIS. നിങ്ങൾക്കറിയാമോ ഫ്രാൻസിൽ നിന്ന് ലഭിച്ച കണക്ക് 3000 പേർ ഇതിനകത്തുണ്ട്. See, from France 3000 people. ജർമ്മനിയിൽ നിന്ന് കണക്കില്ലാതെ ആൾക്കാരുണ്ട്. Countless people from Germany. സമാധാനത്തിന്റെ രാജ്യമായ ഓസ്ട്രേലിയയിൽ നിന്നും ആള് ഏതോ ശക്തിയാൽ മാഗ്നറ്റിക്കൽ പവർ പോലെ ചെന്നവിടെ കയറുന്നു. People even from Australia, which is a peaceful country, many people are going. ആഫ്രിക്കയിൽ ചെല്ലുന്നു. Even from Africa. ദുഃഖത്തോടെ തലതാഴ്ത്തിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു മലയാളി ക്രിസ്ത്യാനി പേര് മാറിയതുൾപ്പെടെ തെക്കേ ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഔദ്യോഗിക കണക്ക് 275, അനൗദ്യോഗിക കണക്ക് 2750 പേർ കയറിയിരിക്കുന്നു. Shamefully, let me tell you, even from Malayalis, about 2700 people unofficially reached there. പലരെയും കാണാതെ പോകുന്നു. Many people are missing. പല പെൺപിള്ളേരെ കാണാതെ പോകുന്നു. Many girls are missing. പല പുരുഷന്മാരെ കാണാതെ പോകുന്നു. പല പുരുഷന്മാരെ കാണാതെ പോകുന്നു. Many men are missing. എരുമേലിക്കടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു ജോസ്നായെ ഇതുവരെ കിട്ടിയിട്ടില്ല. Josna is missing from near Ermeli. ടൗണിൽ നിന്ന് ഒരു ഭാര്യ ഭർത്താവിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. Kottayam town, a couple is missing. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ഒരു പ്രത്യേക ദുർശക്തിയാൽ ആകർഷിക്കപ്പെട്ട് ആയിരങ്ങൾ ചെന്നു കയറുന്നു. Many people from all over the world are compelled by some evil
citizenship is not. അംഗത്വം കൊടുക്കുന്നു. They give the membership. എന്താണ് ഇതിന്റെ കാരണം? What is the reason? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, The military of the prince that shall come. അവൻ ഒരു പർട്ടിക്കുലർ രാജ്യത്തിലെ പട്ടാളം വേണ്ട. You don't need the military of a specific country. ലോകത്തിലെ സകല രാജ്യങ്ങളിൽ നിന്നും From all over the nations of the world. ആരെയെല്ലാം ഭയപ്പെടുത്തുന്നു, Oh, ആരെയെല്ലാം ഭീഷണിപ്പെടുത്തുന്നു. how many people they are threatening? ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളോട് കളിച്ച ഇലക്ഷൻ ഞങ്ങൾ കൊളവാക്കുക. Oh, even to the United States they gave the message. ഇന്ത്യയുടെ പറഞ്ഞു, ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ഡൽഹി പുകയ്ക്കുമെന്ന് Oh, പറഞ്ഞു. they want India that we will blow over Delhi. ബ്രിട്ടനോട് പറഞ്ഞു, നിന്റെ അണ്ടർഗ്രൗണ്ട് സബ്വേ മുഴുവൻ ഞങ്ങൾ തകർക്കും. Oh, for the Britain they want that the subway will be blown. ജപ്പാനോട് വിളിച്ചു പറഞ്ഞു, കളിക്കാൻ വരരുത്. ജപ്പാനോട് വിളിച്ചു പറഞ്ഞു. Oh, to Japan also they want to play with us. ഏറ്റവും വലിയ വിരോധാഭാസം, Oh, what a contradiction. ഏറ്റവും വലിയ രസം. Oh, the funny part is, ഇട്ടാവട്ടമുള്ള ഒരു കൊച്ചു രാജ്യത്തോട് പറഞ്ഞു, അച്ചായനോട് മാത്രം ഞങ്ങൾ കളിക്കാൻ വരത്തില്ല. yes, they told a small country, we are not going to play with you. അച്ചായനോട് ഞങ്ങൾ കളിക്കാൻ We വരത്തില്ല. are not going to play with ഞങ്ങളുടെ കൈ you. പൊള്ളും. Oh, our hand will be burned. ഇസ്രായേലിനോട് മാത്രം പറഞ്ഞു, ഞങ്ങൾ കളിക്കാൻ They വരത്തില്ല. told Israel, we are not going to ബാക്കി play with രാജ്യങ്ങളോടെല്ലാം you. പറയുന്നു. Oh, they want every other countries. നിങ്ങൾ നോക്കിക്കേ, ഈ ശക്തമായ രാജ്യം വിചാരിച്ച ഒറ്റ രാത്രി തീർക്കാതെ. You know, United States could destroy them within ഇവർ one night. വിചാരിച്ച ഒറ്റ രാത്രി തീർക്കാം. Within one night they can destroy them. പവർഫുൾ കൺട്രിയാണ് അമേരിക്ക ലോകത്തിൽ. America is such a powerful country, പക്ഷെ ആരും അനങ്ങത്തില്ല. but nobody will move. ആരും അനങ്ങത്തില്ല. Nobody will move. അവിടെ എവിടെയോ മാറുന്നുണ്ട്. 60 ഡിഗ്രി ചായച്ച് ഒരു വെടിവെക്കുന്നതല്ല, ഇവരെ തകർക്കത്തില്ല. They will make a shooting here and there. കാരണം അത് ഇരുളുന്ന നാഴിക വരണം. Oh, because the time of the darkness must വരണം. Jesus must come. കാമ്പയെ ചേർക്കണം. Oh, the church must be cut up. വേസ്റ്റ് ആകണം. The world must become waste. അതെടുക്കാൻ ഒരുത്തൻ വരണം. Somebody has to come അവന് and take it. മിലിറ്ററി വേണം. He must have ഇത് a സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളെ വീണ്ടെടുപ്പെടുത്തു. Oh, when these things are taking place, your redemption is near. ഈ 3 പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ? Oh, all these 3 things are taking place. 4ാമത്തെ പ്രവചനം. The 4th prophecy. ഈ ദാനിയേൽപ്രവചനം പഠിപ്പിക്കുന്ന ദേവദാസൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് പറയത്തില്ല. If I knew that the pastor was here, I would have chosen some other subjects. കാരണം ചൈനയിൽ ഒരു പഠിത്തലുണ്ട്, തയ്യക്കാരനെ പട്ടണോട് വരികയാൻ പഠിപ്പിക്കാൻ പോകരുത്. In China, they say that you don't teach the tailor to do the buttonhole. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ ആശയം ഞാനങ്ങ് പറയുക. Actually, Jesus gave me this, and that's what I'm sharing. 4ാമത്തെ പ്രവചനം. 4th prophecy. ഞാൻ വേഗം സമയം പോലെ ഞാൻ തന്നെ അങ്ങ് പറയാം. ഒരാഴ്ച വട്ടത്തേക്ക് അവൻ ശക്തമായ നിയമം ചെയ്യും. Oh, he will make a confirm the covenant for 1 7 week. വർഷമാകുന്ന മഹോദ്രവകാലത്ത് അവൻ 3 കൂട്ടരോട് ഉടമ്പടി ചെയ്യും. Oh, he will make a covenant with the 3 different groups. ദാനിയേൽ 9:27 പറഞ്ഞു, മലയാളത്തിൽ നിയമത്തെ കഠിനമാക്കും, ഇംഗ്ലീഷിൽ ശക്തമായ ഉടമ്പടി ചെയ്യും. Oh, 9:27, he will confirm, strengthen the covenant. 7 വർഷത്തേക്ക് അവൻ ഉടമ്പടി ചെയ്യും. He will make the covenant for 7 years. ലോകത്തിലെ ലോക ജനതയോട് കടമ്പടി ചെയ്യും. Oh, he will do that with the people of the world. അതിന്റെ ആരംഭം തുടങ്ങി. Oh, it already began. ലോക ജനതയോട് ഉടമ്പടി ചെയ്യും. Oh, the word, he make the covenant with the world people. ജനതയോട് ഉടമ്പടി ചെയ്യും. Oh, he will make the covenant. തെറ്റിദ്ധരിക്കാൻ പോകാം. അടുത്ത വിഷയം അതാ, കയറി വരാം നമുക്ക്. അവനോട് ഉടമ്പടി ചെയ്യും. He will make the covenant with him. തല താഴ്ത്തി പിടിച്ച് സങ്കടത്തോടെ പറയുന്നു, കൈവിടപ്പെടുന്ന ക്രൈസ്തവ സഭയോട് ഉടമ്പടി ചെയ്യും. Oh, let me shamefully say that he will be making covenant with the leftover Christians also. ഭയങ്കര ഭാരമുണ്ട്. Oh, it is so burdensome to me. കൈവിടപ്പെടുന്ന ക്രൈസ്തവ സഭയോട് അവൻ ഉടമ്പടി ചെയ്യും. He is going to make the covenant with the left behind Christians. കൈവിടപ്പെടുന്ന ക്രൈസ്തവ സഭ അവന്റെ മണവാട്ടിയാണ്. Oh, they are his bride. യഹൂദ ജനത അവന്റെ സുഹൃത്തുക്കളാണ്. Oh, the Jewish people are his friends. ലോക ജനത അവന്റെ പ്രജകളാണ്. Oh, the world people are his subjects. അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. I'm talking about the future. അന്നത്തെ കൈവിടപ്പെടുന്ന ക്രൈസ്തവ ജനത അവന്റെ കാന്തയാണ്. Oh, but at the same time the left behind his bride. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായ വേശ്യ. Oh, because her heart was not in union with the Christ. അതെ, അവളോട് ഉടമ്പടി ചെയ്യും. Oh, so Christ will make a covenant with her. ഇതിനെല്ലാം അടയാളങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? Can you see all the signs? ലോക ജനതയോട് ഉടമ്പടി ചെയ്യും. He will make covenant with the world ലോക people. ജനതയ്ക്ക് വേണ്ടത് ബിസിനസ് ആണ്. What the world is need is അവർക്ക് business. വേറെ ദൈവവും ദേവനുമല്ല, ബിസിനസ് കയറി വരണം. They don't care about the God or something. They want ഉടമ്പടി business. ചെയ്യും. He will make a covenant. അതിന്റെ അടയാളം കണ്ടോ? Can you see the sign? One belt, one road. One belt, one road. One belt, one road. വേറൊരു ഭാഷയുണ്ട്, സിൽക്ക് റോഡ്. Silk road. അറിയാവുന്ന കൈ പൊക്കിക്ക്. സ്വോത്രം സൗകര്യമായിട്ടില്ലേ? വൈപ്പർ വായിക്കണേ പ്ലീസ്.
ചൈനയുടെ പരിപാടിയാണ്. It is a plan going to Africa. നൈറോബി കൂടെ ഇന്ത്യൻ കടൽ വഴി ശ്രീലങ്ക കയറുന്നു. Through Nairobi it enters Sri Lanka. ശ്രീലങ്കയിൽ നിന്നും കൊലാലംപൂരിൽ കയറുന്നു. From there it comes to Kuala Lumpur. കൊലാലംപൂരിൽ നിന്ന് ഹോങ്കോങ് വഴി ടോക്കിയോയിൽ കയറുന്നു. So from Kuala Lumpur it reached Tokyo. ടോക്കിയോയിൽ തിരിച്ച് ചൈനയിൽ വരുന്നു. From Tokyo back to China. അടുത്ത ബ്രാഞ്ച് യൂറോപ്പിൽ നിന്നും ഗൾഫിൽ കയറുന്നു. The next branch starts from Europe to Gulf countries. സകല രാജ്യങ്ങളിലും കറങ്ങി It's surrounding all the touching all the countries. ഏറ്റവും വലിയ സെന്റർ ഇറാഖിലെ പഴയ ബാബിലോൺ പട്ടണം. Oh, the center is the old Babylon town in Iraq. സെന്റർ. Oh, Babylon will be the center. അവിടുന്ന് അഫ്ഗാനിസ്ഥാനിൽ കയറുന്നു. From there it goes to Afghanistan. പാകിസ്ഥാനിൽ കയറുന്നു. From there it goes to Afghanistan. അവിടുന്ന് ടിബറ്റിൽ കയറുന്നു. From there it goes to Tibet. അവിടുന്ന് ചൈനയിൽ കയറുന്നു. From there to China. ഒരു രാജ്യം മാത്രം വിളിച്ചു പറഞ്ഞു നിന്റെ ഈ പരിപാടിക്ക് ഞങ്ങളില്ല. Oh, only one country wanted them. We have no part in ആ that. രാജ്യത്തിന്റെ പേര് ഇന്ത്യ. Oh, the part that name. ധൈര്യത്തോടെ That country is India. ഈ റോഡ് വേണ്ട. Oh, we don't allow you to have this road pass. ഈ റോഡിന്റെ സൈഡിൽ തട്ടുകട ഇടാൻ പണി തുടങ്ങി കഴിഞ്ഞു. Oh, they have already made the plan to do the business with them. One business. What business? അറിയാതെ നമ്മൾ അതിന്റെ ഒരു ശകല എത്തി നിപ്പുണ്ട്. Oh, somehow we are also on the border of that. അതിന്റെ പേര് ഓൺലൈൻ ബിസിനസ്. It is known as the online business. എല്ലാം ഇന്റർനെറ്റിൽ കൂടെ കിട്ടുന്നില്ലേ? Everything is available through internet. പുറകെ വരുന്നു പരിപാടി വരുന്നു. Oh, one after another it is coming. പരിപാടി പതുക്കെ വരാൻ പോകുക. Oh, the thing is creeping. കടകൾ പലതും ക്ലോസ് ആകാൻ പോകുകയല്ലേ? Many of the business are closed. ഇന്റർനെറ്റിൽ ഓൺലൈനിൽ വരാൻ പോകുക. The reason is that പേരോ പേരിന്റെ സംഖ്യ ഉള്ളവനല്ലാതെ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കത്തില്ല. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയാകുന്നു. 666 ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. വെളിപ്പാട് 13:16. Revelation 13:14. സംഭവിക്കാൻ പോകുന്നു. It's going to take place. അവൻ ഉടമ്പടി ചെയ്യും. He will make covenant. ദാനിയേൽ 9:27. 9:27 Daniel. അവൻ ഉടമ്പടി ചെയ്യും. He will make covenant. ഒരു ബിസിനസിന്റെ ഏകീകരണം ലോകത്തിൽ വന്നിരിക്കുന്നു. Oh, he will unite the business of the world. one word കറൻസിക്ക് പറയുന്നു. Oh, looking forward to one word currency. അതിനേക്കാൾ മേടൽ ലോകത്തിൽ വന്നു. Oh, it's something better came up. കറൻസി രഹിത ലോകം. Oh, the currency less. No കറൻസി വേണ്ട. No currency needed. ഒന്നാമത്തെ തട്ടില ദൈവമക്കളായി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഞാനും എല്ലാം. You and me are in the first step, the first step. പേഴ്സിനകത്ത് ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഫോട്ടോ അല്ലാതെ കാശൊന്നും കയ്യിലില്ല. You know that in the wallet you have only some pictures but no dollar. അല്ലെ മാക്സിമം സ്വതന്ത്രാഴ്ച ഇടാൻ ₹1 കാണും. Maybe you have $1 to offer. ആ കറൻസി രഹിത ലോകം വരാൻ പോകുക. A cashless society is coming. സേഫ്റ്റി പറഞ്ഞാ വരുന്നത്. Oh, സേഫ്റ്റി പറഞ്ഞു വരികയാണ്. the safety is coming down. സുരക്ഷിതത്വം പറഞ്ഞു വരികയാണ്. Claiming the security is coming. ഒരുത്തന്റെ കയ്യിലോട്ട് മുഴുവൻ കൊടുക്കാനായിട്ട് It is all getting ready to hand over to one person. ലോകം കിട്ടും. Oh, ഇവന്റെ കയ്യിൽ ലോകം the കിട്ടും. whole world will be in his അവൻ hand. ഒരാഴ്ച വട്ടത്തോട് ഉടമ്പടി ചെയ്യും. He will make covenant for 1 week, 1 month, 1 year, 7 years. അഞ്ചാമത്തെ വെളിപ്പെടുത്തൽ. This fifth revelation. എതിർ ക്രിസ്തു എവിടെ നിന്നും വരും? Oh, where from the Antichrist come? എവിടെ നിന്ന് വരും? Where from he will come? അവനൊരു യഹൂദനല്ല, യഹൂദന്റെ ജീനായിരിക്കും. Oh, he may not be a Jew, but he will have a gene of a Jew. യഹൂദന്റെ ജീനായിരിക്കും. He will have a gene of a Jew. ഉൽപ്പത്തി പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. It is revealed even in Genesis. 49 അധ്യായം എടുക്കേണ്ട സമയം പോകും. ഞാൻ പറയാം. മക്കളുടെ ഭാവിയെ കുറിച്ച് പിതാവായ യാക്കോബ് പ്രവചിച്ചു. When Jacob was prophesying about the children's future. നാലാമത്തെ മകനായ ഇടയ ചെറുക്കനായ യഹൂദയെ നോക്കിയപ്പോൾ എടാ കുഞ്ഞേ, നിന്റെ തലമുറയിൽ രാജാവ് വരും, ചെങ്കോൽ നിനക്ക് കിട്ടും. Oh, about Judah, he said that the scepter, the one who holds the scepter will come out of you. അപ്പോൾ അതല്ലേ യഹൂദ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവേ. Oh, that is the lion of the tribe of Judah, our Lord Jesus Christ. അതേ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. So about Dan, the same prophecy is continuing. He will like a serpent on the path and a snake. അപ്പോൾ അവൻ ദാൻ ഗോത്രക്കാരനായിരിക്കും. So he will be from the tribe of Dan. അതിന്റെ വ്യക്തമായ തെളിവാണ് ഞാൻ നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് 3.5 വർഷം കഴിയുമ്പോൾ 1,44,000 പേരെ മുദ്രയിട്ട് സ്വർഗത്തിലോട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ഒരൊറ്റ ദാൻ ഗോത്രക്കാരനില്ല. So in Revelation 14 we read that about the 144,000 being sealed in Israel. Dan
is the only one he is exempted. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ തെളിച്ചു പറയുന്നു, 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വടക്ക് നിന്നും വരും. So Daniel 11 reveals that he will come from the north. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലെ വടക്കേ രാജ്യം പലസ്തീനിന്റെ വടക്ക് കിടക്കുന്ന സിറിയ, തെക്കേ രാജ്യം ഈജിപ്ത്. So according to the geography, the one northern side of Palestine is Syria and the one on the south side is Egypt. 28-ാം വാക്യം വരെ സംഭവിച്ച കാര്യമാ. Oh, up to 28th verse, it's already fulfilled. 17-ാമത്തെ വാക്യത്തിലെ ലോകസുന്ദരി ക്ലിയോപാട്രയുടെ കല്യാണം. ക്ലിയോപാട്രയുടെ കല്യാണം. You can see the prophecy about the wedding of Cleopatra. വിശ്വസുന്ദരി ക്ലിയോപാട്രയുടെ കല്യാണമാ 17-ാം വാക്യം. 17th verse is talking prophetically about the wedding of Cleopatra. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ഒടുവിൽ വടക്ക് നിന്നും വരും. In verse 29 it reveals that he will come from the north. കോർത്തിരിക്കുന്ന പ്രവചനം നിവർത്തിക്കുക, അവൻ സിറിയയിൽ നിന്നും വരും. He will come from Syria. ദൈവമക്കളെ, 45 ലക്ഷം അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് തള്ളിവിട്ട് 20 ലക്ഷം യുവാക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സിറിയ ഇന്ന് പുകഞ്ഞ് ചാഞ്ചാടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? Oh, you can see the condition of Syria now. It is being under the smoke. It is damaged. ആ രാജ്യത്തിൽ ഭരിക്കുന്ന ഭരണകർത്താവിന് 30% ജനങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. The person who is reigning them have only 30% support of 30% of his subjects. 70% പേർ വെളിയിലാണ്. 70% were outside. ആ രാജ്യം ചാഞ്ചാടുന്നതിന്റെ അർത്ഥം, Oh, the reason why it is under വേദപുസ്തകം പറയുന്നു, അവിടെ നിന്ന് ഒരു ജീനുള്ള ഒരുവൻ വരും. Oh, the scripture says that one with a Jewish gene will come from there. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ somatic cell nuclear transfer. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ somatic cell nuclear transfer. Somatic cell nuclear transplant is the scientific word. അമ്മയുടെ പാല് കുടിക്കാതെ വളർന്നവൻ, Which means that he grown up without having the milk of his mom. അല്പം ഒന്ന് പറയാൻ പോകും എന്താ കാര്യം. എന്തോ സിസ്റ്റം വച്ചത് ദൈവം മനുഷ്യർക്ക്. Why God put this kind of system? പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. So God established that a man marries a woman and they will have children. എന്തിനാ ചെയ്തത്? Why God did that? പരിപാടി എന്തുവാ? What is the plan of God? നിങ്ങൾ ആരാ? Who are you and me? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാ? Who are our children? ശാസ്ത്രത്തിന്റെ ഭാഷ പറയട്ടെ, 50-50. According to science, 50-50. ബിസ്ക്കറ്റും മണ്ണും ഒന്നും അല്ല. I'm not talking about പകുതി അമ്മച്ചി പകുതി അപ്പച്ചൻ. half mother, half father. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തോടേക്ക് അപ്പന്റെ മൂക്ക്, അമ്മയുടെ കവള്, അമ്മയുടെ ആ ചിണുക്ക്, അപ്പച്ചന്റെ ഓട്ടം, രണ്ട് ക്യാരക്ടർ അല്ലേ? Look at the face of our children. You can have the character of both the father and the mother upon the face of the children. അമ്മച്ചിയെ സർജറി ചെയ്ത് വെളിയിൽ ചാടിച്ചു വിട്ടത്. That's why God made a surgery and took a lady out of the man. മനുഷ്യവർഗത്തിന്റെ ക്യാരക്ടർ ബാലൻസിങ് വേണം. Oh, there should be a balance between in the human character. അതിനാണ് സെക്സ്വൽ വേയിൽ അപ്പനിൽ നിന്നും അമ്മ സ്വീകരിച്ച രണ്ട് ബീജം ഒന്നിച്ചു ചേർന്ന് ഒരു തലമുറ ഉണ്ടാകുമ്പോൾ 50% അപ്പന്റെയും 50% അമ്മയുടെയും സ്വഭാവം. Oh, that is why when the children is born, they will have the nature of half of the father and half of the mother. നമ്മളെ കുഞ്ഞുങ്ങൾ ആരാ? Who are our children? അവരുടെ ചിണുക്കൾ എവിടെ നിന്ന് കിട്ടിയതാ? Oh, where from they got this beauty? ഉറക്കം എവിടെ നിന്ന് കിട്ടിയതാ? Where from they got this sleep? അവരുടെ ചുറുചുറുക്ക് എവിടെ നിന്ന് കിട്ടിയതാ? Oh, where from they got the energy? എല്ലാം നമ്മുടേതാ. All these are inherited from us. എന്തിനാ അങ്ങനെ? Why God did it? എന്നൊക്കെ സയൻസ് അറിയാവുന്നവരല്ലേ നിങ്ങൾ? You know more science than me. സ്ത്രീയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? Any difference between man and woman? അല്ലേ? സൗന്ദര്യം കൂടുതൽ ആർക്കാ? Who have more beauty? ആർക്കാ? പുരുഷനോ സ്ത്രീക്കോ? Man or woman? ഒരു വേറാനവരും തേക്കണ്ട. 13 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഹോർമോൺ ഇങ്ങോട്ട് മുഖത്തോട്ട് വരും. സൂര്യപ്രകാശം അടിക്കുമ്പോൾ കത്തിക്കാൻ തുടങ്ങും മുഖം. When the girls reach the age of 13, their face will be shining. സൗന്ദര്യം വർദ്ധിക്കും. Oh, the beauty will increase. പുരുഷനോ? അവന് സൗന്ദര്യമല്ല, അവന് ഗാംഭീര്യം. Oh, he will have a boldness. കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് നോട്ടം നോക്കി അവളോട് ഒതുങ്ങും. When he look at the lady, അവൻ ഗാംഭീര്യം. oh, he has more power. എന്റെ പുറകെ ദയവ് ചെയ്ത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് 5 മിനിറ്റ് നിൽക്കണേ. തന്റെ ഇടമാർക്കാ? Who has the boldness? മിടുമിടുക്കാർക്കാ? Who has the smartness? ഹാർഡ് ജോലി ചെയ്യുന്ന ആരാ? Who do the hard work? സ്ത്രീകളും ചെയ്യും. Yes, ladies also do. I agree. ശരിക്കും ചെയ്യുന്നത് ആരാ? Who is doing real hard job? ചെയ്യുന്നത്. Who is doing the hard? തന്റെ ഇടമാർക്കാ? Who has the boldness? ഈ അമേരിക്കയൊക്കെ കേരള ഭാഷ പറയുന്ന ഇഷ്ടം. I like to say Malayalam. സന്ധിക്ക്
അടുക്കളയുടെ വെളുതെ വാഴയുടെ ഇലയൊന്നും ഞാൻ അമ്മാമ്മ ആ വഴിക്ക് പോകില്ല. When something happened in the backyard, the mother will not go outside. സംതിങ് അല്ല, ഒരു വാഴയുടെ ഇല ഞാൻ അമ്മാമ്മ ആ വഴിക്ക് പോവുകയില്ല. If the leaf of the banana tree fall down, the mother will not get out of the home. But the husband will say, give me that torch and let me go and take a look what is there. That is what called the boldness. Oh, the boldness is for the man. Oh, if the science also says that's why the preference is given to men. They don't need for the women. Oh, no, not that there were no ladies to go to not that there is no ladies to go to Jupiter. Oh, before that they were who need much time to dress. Let me tell you very simply. Who need more time to get dressed up? Just join with me. The thing is that the ladies have one kind of system, men have another kind of system. But the lady have something which will overpower man. Oh, that is the key thing of this life pattern. Oh, the lady has a special uniqueness, not the beauty. Oh, compassion, sympathy, love, loving kindness, more tears. Who has all these things? Oh, when the mother heard that the mother is died, he will start crying from JFK. Do you think the man does not have any guts? But he has guts to stand. Oh, when you go to your funeral home, who usually cry more? Ladies are because they cannot bear. Who has the compassion? I observed all these things before I preach. 9 o'clock is the most rush time. It's very important, most busy time. Oh, all the buses are packed up. People are hanging on the foot, even on the footboards. Suppose a mother is carrying a child entering the bus. None of the men will stand up. He never pay attention to. He will be looking to the side as if he sees something else. Oh, he will watch what kind of paint that comes as. He never pay attention. Pretend that he did not see. If the pastors are there, they will be meditating more now. Oh, that is the time you receive the heavenly message. Andy, please sit down. The scientific compassionate ground. Oh, but when a young lady see that a mother is coming with a child, this lady will stand up and give up the seat. That is called the compassionate. So a generation which have a combination of the father's boldness and the mother's. Oh, the scripture says that he is the man of transgression. He has no compassion. He has no sympathy. Oh, if a mother gives the birth to him, it will not happen. But a person who is born in the mother's womb, he will have all these virtues. Oh, that is why Adolf Hitler committed suicide. Oh, but if a mother gives the birth, he will have some kind of compassion. Oh, science says we will provide. Non-sexual way. Oh, not with a
sexual relation, ഒരൊറ്റ പുരുഷന്റെ സെൽ എടുത്ത്, or take the cell from a ഒരൊറ്റ man, DNA എടുത്ത്, take just one DNA, അഡ്ജസ്റ്റ്മെന്റ് നടത്തി, do some adjustments, ഒരു സ്ത്രീയുടെ ബീജം എടുത്ത്, or take the egg of a woman, ആ വെഗിനകത്ത് സ്ത്രീയുടെ ഓമം എടുത്ത് കളഞ്ഞ്, and remove something from that. നോട്ട് സംതിങ് എന്ന് പറഞ്ഞാൽ മലയാളം സ്ത്രീത്വം എടുത്ത് കളഞ്ഞ്, Take the womanhood from that. സ്ത്രീയുടെ അണ്ടമെടുത്ത് എഗ്ഗെടുത്ത് അതിനകത്ത് സ്ത്രീത്വം എടുത്ത് കളഞ്ഞ്, Take that egg and remove the womanhood from that cell. പറഞ്ഞാൽ തൈരിനകത്തെ വെണ്ണ എടുത്താൽ സഹോദരിമാർക്ക് ഞങ്ങളെ കളിപ്പിക്കുന്ന മോരുണ്ടാക്കാം, അതുപോലത്തെ പരിപാടി. It's like taking the key out of the yogurt. It's like that. അതുപോലെ ഒരു സ്ത്രീയുടെ സ്ത്രീത്വം എടുത്ത് കളഞ്ഞിട്ട് In the same way, the womanhood is removed from it. ബയോണിക് ടെക്നോളജി കമ്പ്യൂട്ടർ യൂട്രസ് ഇട്ട് വളർത്തി. It will be developed in a computer. ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വേണ്ട, They don't need any woman's womb. കമ്പ്യൂട്ടർ യൂട്രസ് ഇട്ട് വളർത്തി. It's a computer uterus. 27 ദിവസം കഴിയുമ്പോൾ ആളിങ് ഇറങ്ങി വരും. Oh, the man will come out after certain days. അറിയാമോ, രണ്ടെണ്ണം ഇറങ്ങി കഴിഞ്ഞു. Do you know they created 2 of them? രണ്ടെണ്ണത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. They are studying these 2. അതിനെ കണ്ട് സൃഷ്ടാവ് തന്നെ പേടിക്കുന്നു. And the one who created himself is afraid of. ഭയമായി കഴിഞ്ഞു. He is of age. നിങ്ങൾ കഴിക്കുന്ന ഞാനും നിങ്ങൾ കഴിക്കുന്ന ചിക്കന്, The chicken that you and me eat. പിള്ളേർ കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് എന്താ സാധനം? Do you know what is that? തമ്പുരാൻ സൃഷ്ടിച്ച മുട്ടയുടെ ചിക്കൻ 40 ദിവസം കഴിഞ്ഞാൽ കൈക്കകത്ത് വലിപ്പം. Oh, after the 40 days, just 40 days, it can be confined in your palm. കൈക്കകത്ത് ഒതുങ്ങുന്ന വലിപ്പം. Or the size of your palm. ഇന്നത്തെ ചിക്കൻ 40 ദിവസം കൊണ്ട് 2.5-3 കിലോ. So within 40 days, it is 2.5 kilograms. ഹോർമോണിൽ വളരുന്നു. Because of the hormone, അതുപോലെ ഈ സാധനം ഹോർമോണിൽ വളരുന്നു. it is growing in ഇത് hormones. സംഭവിക്കുമ്പോൾ നിങ്ങളുടെയും എന്റെയും വീണ്ടെടുപ്പെടുത്തത് കൊണ്ട് നിവർന്ന തല ഉയർത്തുവീ. So when you see these things, your redemption is now. Sorry, lift up your head. അവൻ വരാൻ പോകുന്നു. ഒരു സിറിയൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുത്തൻ വരാൻ പോകുന്നു. Yes, somebody from the Syrian background is about to come. ഒരു യഹൂദ ജീനിൽ നിന്ന് ഒരുത്തൻ വരാൻ പോകുന്നു. One who from a Jewish gene is coming. 2600 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം ഐസിസ്റ്റഡിച്ചതുപോലെ നിവർത്തിച്ചോ. Oh, it is exactly fulfilled which was given 2600 years ago. പ്രവചനം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പർവ്വതത്തിനും സമുദ്രത്തിനും ഇടയിൽ കൊണ്ട് ടെന്റടിക്കും, അവിടെ വെച്ച് അവൻ തീരും. Oh, it is the prophecy told that he will pitch his tent between the mountain and the sea, and there he will come to an end. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 40-ാം ഒടുവിലത്തെ വാക്യം പ്ലീസ് ഒന്ന് വായിച്ചേ. Daniel 9:11. 11-ന്റെ ഒടുവിലത്തെ വാക്യം. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. അടുത്തത്, പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും. ആ സ്ഥലത്തിന്റെ പേരാണ് അർമഗദോൻ. And that particular place is called Armageddon. വേദപുസ്തക ഭാഷ അർമഗദോൻ. The scriptural name is Armageddon. ദാനിയേൽ പ്രവാചകന്റെ ഭാഷ സമുദ്രത്തിനും വിശുദ്ധ പർവ്വതമായ യെരൂശലേമിനും ഇടയിൽ. According to Daniel, it is between the holy mountain and the sea. യെരൂശലേം എന്ന ഹോളി മൗണ്ടനും The holy mountain സമുദ്രത്തിന് ഇടയിൽ അവൻ ടെന്റ് അടിക്കും. he will pitch his tent in between. ചെന്ന് നോക്കിക്കേ, ഇസ്രായേൽ റെഡി. Oh, you can watch. Israel is ready now. അർമഗദോൻ യുദ്ധത്തിന്റെ സ്ഥലം റെഡി. Oh, the place for the Armageddon war is ready. ഇസ്രായേൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ കണ്ടിട്ടുള്ളവരുണ്ട്. ഒന്ന് കര ഉയർത്താമോ? Those who went to Israel, can you raise your hand? അത് കണ്ടോ, കര ഉയരുന്നുണ്ടോ? ആ സ്ഥലം റെഡി. That place is ready now. 2600 വർഷം മുമ്പ് പറഞ്ഞ സ്ഥലം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. The place which was prophesied 2600 years ago is ready now. നാളെ പറയാം, അവിടുത്തെ യുദ്ധത്തിൽ റേഡിയേഷൻ ഏൽക്കുന്ന ബോഡി ക്ലീൻ ആക്കാൻ ഇസ്രായേൽ 2009 പിൻവർഷമാ. 2009 ഇസ്രായേൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു റേഡിയേഷൻ ഏൽക്കുന്ന ബോഡി സുരക്ഷിതമായി മാറ്റാൻ. So 2009 Israel got ready to remove the body that was destroyed by this laser beam. വേദപുസ്തകത്തിന്റെ നിവൃത്തിയാണ്. It is the fulfillment of the biblical prophecy. നിങ്ങളും രൂപാന്തരപ്പെട്ട ശേഷം, After our transformation, നമുക്ക് 7 വ്യത്യാസങ്ങൾ വന്ന ശേഷം, we will have 7 kind of different changes. സ്വർഗ്ഗത്തിൽ നിന്ന് പ്രതിഫലങ്ങളെല്ലാം മേടിച്ച ശേഷം, After receiving all the rewards from heaven, മഹത്വമുള്ള ശരീരവുമായി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി we will be descending with a glorious body. നമ്മുടെ പ്രിയനോട് ഒട്ടി ഒട്ടി നിൽക്കുമ്പോൾ, We will be clinging on to our man. നമ്മളെ പരീക്ഷിക്കുന്ന തകർക്കുന്ന ശത്രുവിനെ ഇല്ലാതെയാക്കുമ്പോൾ സംഭവിക്കുന്ന റേഡിയേഷനിൽ നിന്നും
ശാസ്ത്രം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. The science already proved it. ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2600 വർഷം മുമ്പേ 2600 years ago it was recorded in the Bible. ആറാമത്തെ പ്രവചനം അതാണ്. That is the fourth prophecy. അർമഗദോൻ യുദ്ധത്തിന് ഇസ്രായേൽ റെഡി. Israel is ready for the Armageddon war. അങ്ങനെയാണെങ്കിൽ 7 വർഷം മുമ്പ് നാം എടുക്കപ്പെട്ടിരിക്കണം. So before 7 years before that we must be caught up. ഇനി കർത്താവിന്റെ പ്രവചനമുണ്ട്. Now there are prophecies of Christ. വെളിപ്പാടിലെ പ്രവചനമുണ്ട്. വെളിപ്പാടിലെ prophecies of Revelation. അടിവരയിട്ട് സയൻസ് പറയുന്ന കാര്യങ്ങളുണ്ട്. You know what science confirms? നാം എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ After our catching up, ഈ ഭൂമിയിലെ മഹാപീഡ കാലത്തെ the tribulation period of this year, 21 കോപത്തിന്റെ ആക്ഷൻ സ്വർഗ്ഗത്തിൽ നിന്നുണ്ടാകും. there will be the actions of 21 wraths from heaven. എതിർ ക്രിസ്തുവിന്റെ 10 ഭരണ പരിഷ്കാരങ്ങളും ഉണ്ടാകും. Oh, the Antichrist 10 kind of reigning rule will be here. 15 എണ്ണം 2009 മുതൽ തുടങ്ങി കഴിഞ്ഞു. 15 of them already started from 2009. ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. The science already figured it out. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. That's why I said a night is coming when no one can work. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. I have to say one thing. നാം വളരെ ജാഗരൂകരായിരിക്കണം. We must be very watchful. രക്ഷ കണ്ടെത്തിയവർ രക്ഷയ്ക്കുടെ ഭദ്രതയിൽ സൂക്ഷിക്കണം. Those who found the salvation, make sure that you are in salvation. അലസരായാൽ രക്ഷ നഷ്ടപ്പെടും. If you are lazy, you can lose your salvation. കർത്താവ് ഒരു വാക്യം പറഞ്ഞു, മണവാളൻ താമസിച്ചു, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. Oh, Jesus said that the groom was delayed and everyone was sleeping. ഒത്തിരി അർത്ഥമുണ്ട്. Many meanings I can give you. വലിയ അർത്ഥമുള്ള ഒരു വാക്യമാണ്. Oh, it's a meaningful word. എല്ലാവർക്കും ഉറങ്ങാൻ സാധ്യതയുണ്ട്. Oh, it is possible that everyone can sleep. സ്ലീപ്പിംഗ് ടെൻഡൻസി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പരിപാടി. Oh, which is called the sleeping tendency. ആത്മീയ ഉറക്കത്തിന് സാധ്യത. Possibility of spiritual slumber. 3 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, നമുക്ക് നാളെ തുടരാം. I cannot continue because of the lack of ഈ time. വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. May God bless you with this grace. കേട്ട വചനം നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് ജീവനും നമുക്ക് ശക്തിയും നമ്മുടെ പ്രത്യാശയും വർദ്ധിക്കുവാൻ കാരണമായി തന്നെ സഹോദരന്മാർ കടന്നു വരുന്ന ഒരുമിച്ച് ഒരു പാട്ടടികൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ച പോലെ ദൈവദാസൻ കടന്നു പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കടന്നു പോകാൻ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രിയിൽ കടന്നു വന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരോടും എല്ലാ സഹോദര സഹോദരന്മാരോടും കുഞ്ഞുങ്ങളോടും ഞങ്ങൾ പ്രത്യേകം മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ
അതിന്റെ സംഭവവികാസങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തന്നെ നമ്മുടെ കണ്ണുടരുവാനിടയായി തീരണം. അതിനുവേണ്ടി നമ്മെ വീണ്ടും അവന്റെ പാദമെടുത്ത് നമുക്ക് സമർപ്പിക്കാം. നാഥന്റെ വരവാദിക്കലായിരിക്കുകയാണ്. ഹല്ലേലൂയ. നിരോധിക്കമുള്ളവരായി മുന്നേറുവാൻ നമ്മെ അവന്റെ പാദമെടുത്തെങ്കിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാണ് ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല കർത്താവേ. അനുഗ്രഹീതമായ ഈ രാത്രിയുടെ സമയത്തിനായി ഞങ്ങൾ നിങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു. കൃപയിൽ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയില് അങ്ങയുടെ പാദമെടുത്തെങ്കിലായിരിക്കാറ്. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കാറ്. അത് മാത്രമല്ല മാറ്റമില്ലാത്ത വചനം കേൾക്കുവാന് അതിൽ കർത്താവേ ഞങ്ങളുടെ പ്രത്യാശ നമ്മുടെ വർദ്ധിപ്പിക്കുവാൻ സ്തോത്രം. ഞങ്ങളുടെ നാഥന്റെ വരവ് വാതിക്കലായിരിക്കാറ്. അതിനുവേണ്ടി ഒരുങ്ങുവാന് മറ്റു ജില്ലകളെ കൂടി ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസലോട് അതിനെ ദാസനോട് ശക്തീകരിച്ചല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും ദാസനോട് ബലപ്പെടുത്തിയല്ലോ. ഇനി ഓർമ്മ വേണ്ടി ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു. സമയങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. അതിന്റെ വിസ്തൃതമാക്കുമാറാകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ചു നൽകി നല്ല ആത്മീയ കൂട്ടായ്മയ്ക്കായി വീണ്ടും ഞങ്ങളെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ഓരോ ദിവസവും കാത്തിരിപ്പാന് ഇടയാക്കി കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ മടങ്ങി പോകുന്ന യാത്ര സാധ്യത ഉണ്ടായിരിക്കണമേ. കൃപയിൽ ഞങ്ങൾ ഏവരെയും പൊതിയുമാറാകണമേ. നിങ്ങളുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെ രാവിലെ സമയം കർത്താവേ പല സ്ഥലങ്ങളിൽ ഞങ്ങളെ അങ്ങേ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുമെങ്കിലും അങ്ങയുടെ സാന്നിധ്യം ചോദിച്ചറിവാനിടയാക്കി കൊള്ളുമാറാകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഒരു നാൾ വൈകിട്ട് ഇവിടെ വെച്ചടക്കേണ്ട പ്രത്യേക മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് മനുഷ്യനുമായി തീരുമാനമാക്കണമേ. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറിച്ചാട്ട് വരവിനായി ഒരുക്കിക്കാട്ടെ. പ്രാർത്ഥന വേണ്ടിയിരിക്കാൻ സ്തോത്രമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ രാത്രി കാലം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ കൃപ നമ്മുടെ വാഴ്ത്തതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ്